ഡോസാണ് ഉണ്ടായ അല്ലെങ്കിൽ 2-3 മിനിറ്റ് ലാസ്റ്റ് ചെയ്തോ 2-3 മിനിറ്റ് ലാസ്റ്റ് ചെയ്ത് സാധാരണ മുതിർന്ന ആളോ കുട്ടിയോ മരിച്ചാണെന്നുള്ള പ്രശ്നം പൊളിറ്റീഷ്യൻസ് പോലും തലേ ദിവസം കയറി പറയണം പിറ്റേ ദിവസം മരിച്ചാൽ അയ്യോ അയാളുടെ സേവനമായിട്ട് മാറുന്നതൊക്കെ പറയണം. അത് കാരണം മരിച്ചാൽ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്. നമ്മൾ ബോഡി കാണും നമുക്ക് ആളുകൾ നമസ്കരിക്കാനൊക്കെ അതുകൊണ്ടാണ്. അവിടെ മരിച്ച കുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടില്ല. കാരണം ഒഫീഷ്യലി കുട്ടികളോടില്ല. അപ്പൊ എങ്ങനെയാണ് സംസ്കരിക്കാൻ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോകാൻ കണക്കോടും ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും. പിന്നെ ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ഇലക്ട്രിക് ട്രെയിൻസ് ഓടുന്ന കാരണം ബോഡി എക്സ്പോസ് ചെയ്യാൻ എളുപ്പമാണ്. വണ്ടി തട്ടി വെച്ചതായി കാണും. 2 ദിവസം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പൊതുശ്മശാനത്ത് 2 ദിവസം കഴിയുമ്പോൾ അതുവരെ മോശം വയ്ക്കും. അവിടെ വിടിയിരിക്കും. ഇതാണ് സംഭവം. ഇതെന്ത് ഇന്ന് നിങ്ങളോട് പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണം 18 വയസ്സ് കൊല്ലം മുമ്പ് അവിടെ ഉള്ള കുട്ടികളുടെ ഭൂരിഭാഗവും 13 to 18 ഏജിലുള്ള കുട്ടികളുടെ ഭൂരിഭാഗവും അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറം, മണിപ്പൂർ, മേഘാലയ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നേപ്പാളി കുട്ടികളാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്ന് നല്ലോണം കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ കേരള, തമിഴ്നാട്, കർണാടക ആൻഡ് തെലുങ്കാന. മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാൻ താല്പര്യം ചോദിക്കാൻ പറഞ്ഞത്. ഇത് വലിയ പ്രശ്നമാണ്. ഈ കുട്ടികൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതെന്ന് അറിയണം. ആസ് പാരൻസ്, ആസ് ഗ്രാൻഡ് പാരൻസ്, ഇത് രണ്ടുപേരും ഒരു നല്ല പൗരൻ എന്ന നിലയ്ക്ക് നമ്മളോട് അറിയണം. നമ്മുടെ സൊസൈറ്റിയിൽ എന്താ നടക്കാതിരിക്കുന്നത് അവിടെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം അറിയുന്നത്. നിങ്ങൾ എത്ര പേര് മോഹൻലാലിന്റെ കർമ്മയോഗം എന്നുള്ള മൂവി കണ്ടിട്ടുണ്ട്? ഒന്ന് കഴിക്കും, ഒന്ന് അറിയാം. കർമ്മയോഗം കണ്ടിട്ട് എത്ര പേര്? അധികമൊന്നും അറിയാൻ ബാഹുബലി ചോദിക്കുന്നതിൽ എല്ലാം നമ്മുടെ പോരായ്മകൾ മനസ്സിലാവുന്നുണ്ട്. കർമ്മയോഗം തന്നെ പറഞ്ഞാൽ മതി. ഇതിലിരിക്കുന്ന 10-12 പേരെ കണ്ടിട്ടുണ്ട്. ബാഹുബലി ചോദിക്കുന്നതിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ബാഹുബലി കാണാനല്ല ഞാൻ പറഞ്ഞത്, കർമ്മയോഗം കാണുന്നതാണ്. ഏതെങ്കിലും ചാനലിൽ ഉണ്ടെങ്കിൽ ആ മൂവി ഒന്ന് കാണാം. ആ മൂവി വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് അതിരാവിലെ വെച്ചുകൊടുക്കുകയും ഗുഡ് മോർണിംഗ് അങ്ങനെ മെസ്സേജാണ്. അന്ന് നമുക്ക് വാട്സപ്പ് ആയിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് സമയത്ത് രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വരുന്നു. സ്കൂളിൽ കളിക്കാൻ പറ്റി റെസ്പോണ്ട് ചെയ്യും. അതിങ്ങനെ അടുപ്പായി മാറും. അത് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഫ്ലഷ് ട്രെയിനിങ് ഈ പരിപാടി ആ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അത് മേഖലയിൽ വളരെയധികം റിസർച്ച് ചെയ്തിട്ടുള്ള മൂവിയാണ്. അതിന് മാപ്പ് വരെ കാണിക്കുന്നുണ്ട്. ഏരിയയാണ് ആ വണ്ടി ഓടേണ്ടത്, റൂട്ട് കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായി? ഈ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 24 മണിക്കൂർ ഇവിടുത്തെ ലൈഫ് തുടങ്ങി അവർ മരിക്കണ വരെ അവരുടെ ഡ്രഗ്സാണ്. ഒന്നും അറിയില്ല. അത്രമാത്രം ടൈംസാണ് ഒരേ ദിവസം അവർ എക്സ്പ്ലോർ ചെയ്യുന്നത്. സയൻസ് ആണോ ഇതറിയണം. ആ മൂവിയെ ഞാൻ എപ്പോഴും പേരൻസിനോട് പറയാറുണ്ട്. അത് മൂവി ആയതുകൊണ്ട്, അതിൽ നായകൻ മോഹൻലാൽ ആയതുകൊണ്ട്, അതിൽ ആ കുട്ടി മോഹൻലാലിന്റെ മകനായതുകൊണ്ട് മൂവിയിലേക്ക് ഒരു ഹാപ്പി എൻഡിങ് വരാൻ വേണ്ടി ആ കുട്ടി രക്ഷപ്പെടുന്നു. അതിൽ വേറെ കുട്ടി കഴിക്കണം, ആ കുട്ടി രക്ഷപ്പെടുന്നു. എൻഡിങ് ഇങ്ങനെ ലൈഫിൽ ആരും വരാൻ പറ്റില്ല. നമ്മൾ കേരള പോലീസിന് എത്ര വേണം കുറ്റമാകുമ്പോൾ ഞാൻ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചു പേരൊക്കെ ഉണ്ടാവും. അഭിപ്രായം എല്ലാവർക്കും നമ്മുടെ ബോർഡർ കാണുന്നത് എളുപ്പമല്ല. അതൊക്കെ അത്രയും കണക്ഷൻസ് ഇതൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ഓർമ്മ അപ്പോൾ മംഗലാപുരം ബോർഡറിന് മുമ്പ് കിട്ടിയാൽ ഇത് കൊണ്ടുപോകണം. ഒരു ബോധമില്ലാത്ത കുട്ടികളായിട്ടും ഡ്രഗ്സ് കൊടുക്കുക. ഇനി അന്നത്തെക്കാട്ടിലും എളുപ്പമാണ് ഇത് ഉപയോഗം. കാരണം അന്ന് കാലഘട്ടത്തിലുള്ള സിന്തറ്റിക് അന്ന് ഡ്രഗ്സ് ഇല്ല. അന്ന് ഇഞ്ചക്ഷൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ്. ഇന്ന് സിന്തറ്റിക് ഡ്രഗ്സ് ഒരുപാട് ഇന്ത്യയിലെ മാത്രം കേട്ടിട്ടുണ്ടാവും. അങ്ങനെയല്ല, പല
ഒരുപാട് കെമിക്കൽ ആൻഡ് സിന്തറ്റിക് ഡ്രഗ്സ് അവൈലബിൾ ആണ് ഈ മാർക്കറ്റിൽ. പണ്ടുള്ള ഒരു കഞ്ചാവ്, ഒരു മനുഷ്യർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, ഹെറോയിൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്താണ് അഡിക്ഷൻ വരുന്നത്. ഇന്നത്തെ പലതും അങ്ങനെയല്ല, സിംഗിൾ ഡോസ് കൊണ്ട് അഡിക്ഷൻ വരുന്നത്. ഇന്ന് കിട്ടിയ നാളെ കിട്ടാതെ നമുക്ക് മനസ്സിലായി. അത്രയും പൊട്ടൻ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഡ്രഗ്സ് കൊടുത്താൽ ഈ കുട്ടികൾക്ക് ഫസ്റ്റ് ഡോസ് ഒക്കെ ഇന്ന് കൊടുത്താൽ 24 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് വെയിറ്റ് ചെയ്യും. 2000 മുമ്പ് വേറൊരു പ്രോഗ്രാമിന് ഞാൻ പിറകത്ത് പോയി. അപ്പോൾ മൂവാറ്റുപുഴ ഞാൻ വീട്ടിൽ പഠിച്ച സ്ഥലമാണ്. അപ്പം ഞാനും ഇതും കൂടിയിട്ടാണ് പോയി. ഒരു സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് എന്നുള്ള ട്രെയിനിങ് പോയി. അപ്പോൾ അവിടെ എൻ്റെ കൂടെ വിളിച്ചൊരു പ്രതികളെ പ്രതികളുടെ ഭാഗം. അപ്പോൾ അവരെ എങ്ങനെയാണ് കച്ചവടം വളരെ മോശമാണ്. എന്താണ് ഇപ്പോഴത്തെ പിള്ളേർ കമ്പനിക്ക് മാറ്റിയതല്ലേ, അവരത് MDMA പോലെ യൂസ് ചെയ്ത് ഒരു വീടിന് വേണ്ടി അടിച്ച് 2 ദിവസത്തേക്ക് ഇഫക്റ്റ് ഉണ്ടാവും. പറഞ്ഞാൽ അതിന്റെ ദോഷം ഒന്ന് മനസ്സിലാക്കണം. ഇതിന്റെ ഇഫക്റ്റ് പറഞ്ഞാൽ ഒരു കഞ്ചാവ് അല്ലെങ്കിൽ പണ്ടത്തെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്തതിന്റെ കാര്യമായിട്ട് ഡാമേജ് ചെയ്യാൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കുട്ടികൾ. ഇന്നത്തെ സിന്തറ്റിക് ഡ്രഗ്സ് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഡാമേജ് ലങ്സിലോ ലിവറിലോ ബ്രെയിനിലോ കിഡ്നിയിലോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരം ഡ്രഗ്സ് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത് പറഞ്ഞത്. അപ്പൊ ഈ കുട്ടികളെ എങ്ങനെ റിക്രൂട്ട് ചെയ്യും? അവിടെയാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ നല്ല പേരൻസോ ഗ്രാൻഡ് പേരൻസോ ആകണമെങ്കിൽ, ഗ്രാൻഡ് പേരൻസിന്റെ പിന്നീടാണ്, പേരൻസിന്റെ കേസിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അയ്യോ എനിക്ക് ഇതൊന്നും അറിയിക്കാന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പേരൻ്റാണ് യോഗ്യതയില്ല. ഞാൻ ഒരിക്കൽ പോയി പറയാം, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ കാലത്ത് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒരു കുട്ടിക്ക് വരുമ്പോൾ അതിന്റെ 52 വയസ്സിൽ എനിക്ക് വരും. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിന്റെ ഫോട്ടോ പോയി കാണുമ്പോൾ ഏത് മനുഷ്യനും സംഭവിക്കും. ഇതൊക്കെയൊന്നുമില്ല, നമ്മൾ പല ആരാധനയൊക്കെ പോകണം. ആരാധന പ്രശ്നം നമ്മൾ റിപ്ലൈ ചെയ്യാൻ നോക്കണം. അല്ലാണ്ട് നമുക്കൊരു മെസ്സേജ് വരുന്നതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 13, 14, 14 വയസ്സായ കുട്ടികൾ അഡോൾസെന്റ് ഏജിലേക്ക് വരികയാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷനൊക്കെ തോന്നുന്ന പ്രായം. അപ്പോൾ ആ പ്രായത്തിൽ കുറച്ച് മോട്ടിവേഷൻ ടോക്സോ അല്ലെങ്കിൽ ലൂസിനെ പ്രശംസിച്ചൊക്കെ കുറച്ച് എഴുതി ഒരു മെസ്സേജ് ആയിരുമ്പോൾ 2, 3, 4 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും തിരിച്ചു ചോദിക്കാൻ തോന്നാം. അതിൽ തെറ്റൊന്നും നമ്മൾ പറയണം. അത് ആ പ്രായത്തിൻ്റെയാണ്. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യാൻ ഒരിക്കലും വിചാരിക്കല്ലേ. നമ്മുടെ ഹിന്ദു സൊസൈറ്റിയുടെ ഏറ്റവും വലിയൊരു ശാപമാണ് അപ്പുറത്തെ രാമചേട്ടൻ്റെ ഇപ്പുറത്തെ കൃഷ്ണചേട്ടൻ്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ സംഭവിക്കാൻ ഓർമ്മിപ്പിച്ചെങ്കിൽ പണി കിട്ടുമ്പോൾ മനസ്സിലാക്കും. വലിയ പ്രശ്നമാണ് നമ്മുടെ സൊസൈറ്റി. നമ്മൾ എപ്പോഴും മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾ മോശമെന്നല്ല ഞാൻ പറയുന്നത്. അപ്രായം പ്രശ്നം മനസ്സിലായി. ആ പ്രായമാണ് പ്രശ്നം, കുട്ടികളല്ല പ്രശ്നം. 20 കഴിഞ്ഞാൽ കുറച്ച് സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അത് കടക്കണ കഴിയുന്ന കാലഘട്ടമാണ് ഞാൻ പറയുന്നത് ആ അഡോൾസെന്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ചാറ്റ് ചെയ്യാൻ മെസ്സേജ് ഇതൊന്നും വേണ്ട. മൊബൈലിൽ വാട്സാപ്പിൽ മെസ്സേജ് ചാറ്റ് ചെയ്യാം, ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് കിട്ടുമോ? മനസ്സിലായി. എന്നിട്ട് എവിടെയെങ്കിലും കാണുന്ന പറയുമ്പോൾ കോഫി ഷോപ്പിൽ കാണാം. ഇവർ കാണുന്ന ചില കോഫി ഷോപ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾ മിക്കവാറും ശ്രദ്ധിച്ചു നോക്കും. എല്ലാ കോഫി ഷോപ്സും എല്ലാ കൂൾ ബാർസും മോശം ഞാൻ പറയുന്നില്ല. പക്ഷെ ചില പ്ലേസസിൽ ഒരു ഡിം ലൈറ്റ് ഇരിക്കുന്നുണ്ട്. ക്രൗഡ് കുട്ടികളുടെ മാത്രം, അഡോൾസെന്റ് ഏജിലെ കുട്ടികളുടെ മാത്രം വൈകുന്നേരങ്ങളിലായി കൂടുന്നുണ്ട്. ആ പരിസരത്ത് ആ കോഫി ഷോപ്പായി ഒരു ബന്ധമില്ലാത്ത ചില കാറിലോ ബൈക്കിലോ ചുറ്റിക്കാറുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ എല്ലാവരും സംശയത്തിൽ കാണുന്നതല്ല പറയുന്നത്, പക്ഷേ സൂക്ഷിക്കണം. അത് പ്രശ്നമാണ്. ഈ കോഫി ഷോപ്സ് പ്രശ്നം തന്നെയല്ലേ, അവിടെ വരുന്നവർക്കാണ് ഞാൻ പറയുന്നത് പ്രശ്നം. ഇവിടെ 12 കിലോ നമുക്കറിയാം. വൺസ് ഇപ്പൊ ചിലർക്ക് ഒരു ധാരണയുണ്ട്, എൻ്റെ വീട്ടിൽ നല്ലോണം പഠിക്കും, വേറെ ഒന്നുമില്ല, അക്കാഡമിക്കലി ആണ്. നിങ്ങൾ അറിഞ്ഞോളൂ, നിങ്ങളുടെ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി. നിങ്ങൾ ആസ് പാരൻസ്
LKG പഠിക്കുമ്പോൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടി എല്ലാം പറയുന്നത് സന്തോഷത്തോടെ കൂടി കേൾക്കും. അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കേൾക്കും. അച്ഛൻ വിദേശത്താണെങ്കിൽ ഫോൺ വിളിച്ച് കേൾക്കും. LKG കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ കണ്ടിന്യൂ. അപ്പോൾ കുട്ടി പറയാം അവിടെ മാതി അവിടെ വെച്ച് പുറത്താക്കി ടീച്ചർ പാട്ട് പറഞ്ഞു നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാൻ കുട്ടി പറയും. നിങ്ങൾ അറിയേണ്ട കാര്യം ഈ കുട്ടികളുടെ സ്വഭാവം ഈ പറയുന്നത് ഒരു ഫണൽ ടൈപ്പാണ്. പ്രായം കൂടുന്നതോറും പറയുന്നത് കുറഞ്ഞു വരുന്നത്. ഇത് സ്വാഭാവികമാണ്. എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് മോള് ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ്. ചില അമ്മമാർ പറയാറ്, ചില അച്ഛന്മാരുണ്ട് മോളിൽ ഞാൻ ഭയങ്കര ഫ്രണ്ട്സാണ്. ഞാൻ അങ്ങനെ ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ അയാളാണ് വിശ്വസിക്കട്ടെ. എങ്കിൽ ഞാൻ പറയുകയാണ്, പ്രായം പ്രശ്നമാണ്, കുട്ടിയല്ല, പ്രായമാണ്. അപ്പം നാച്ചുറലി തന്നെ അവരുടെ ഫണൽ മോഡലാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്താ പ്രശ്നം? LKG UKG ഒന്നിലും പറയുന്നുണ്ട് നിങ്ങളുടെ എന്തോസിയാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുഴപ്പമില്ല, അടുത്തൊരു പനി ഉണ്ടാവും, ജോലി കഴിഞ്ഞ് വരികയോ അത് കുട്ടികളെന്ന് പറയാം, എടാ ഒന്ന് മോളെ കഴിക്കാൻ പറയും. 2 പ്രാവശ്യം നിങ്ങൾ കേൾക്കുക കുട്ടിക്ക് അമ്മ അപ്രോച്ചബിളല്ല, അച്ഛൻ അപ്രോച്ചബിളല്ല. ഇത് പറയല്ല, കുട്ടിയുടെ ഉള്ളിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്, ഒരു മെസ്സേജാണ്. പിന്നെ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ പറയാം, കുട്ടി ചില കാര്യങ്ങൾ പറയാം. നാച്ചുറലി ഈ സംഭവമുണ്ട്. പിന്നെ ഈ ഒരു മിക്കവാറും അത് പറയാം, ഒന്നെങ്കിൽ വേർഡിലേക്കായിരിക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടിയുടെ ചില കാര്യങ്ങൾ നോക്കേണ്ടത് ഞാൻ ആരും കുറ്റം പറയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് വീഴ്ച വെക്കണമെന്ന്. അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ കുട്ടികളൊക്കെ ചെയ്തോ എന്ന് പറയാനുള്ള സാധ്യതയില്ല. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിക്ക് വേണ്ടത് ഒരു നല്ല ലിസണറാണ്. നിങ്ങളതിൻ്റെ അഡ്വൈസ് ഒന്നും കൊടുക്കണ്ട, കുട്ടിക്ക് പറയാൻ നിങ്ങൾ കേൾക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങൾ അതാരും മതി. അവിടെ ആ കുട്ടിക്ക് ഒന്നും അവർക്ക് അറിയില്ല. ആ കുട്ടി അത്രയും എന്തൂസിയാസത്തോട് കൂടി നിങ്ങളോട് ഒന്നൊരു കാര്യം പറയുമ്പോൾ നിങ്ങളത് കേൾക്കുക എന്നത് മാത്രം നിങ്ങൾ ചെയ്യും. അപ്പം അത് 2, 3, 4, 5 പ്രാവശ്യം ബ്രേക്ക് ആവുമ്പോൾ കുട്ടിക്ക് അത് കേൾക്കുന്ന ആൾക്കാരോടാണ് താല്പര്യം. അത് കേൾക്കുന്ന ആളുകൾ ഒരു ആന്റി സോഷ്യലാവാം. നമ്മുടെ ഈ പീഡനത്തിന്റെ കേസൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ വരുന്ന കുട്ടികളാണ് പലപ്പോഴും കാണുന്നത്. അത് പിടിക്കുന്ന ആളറിയും ഈ അച്ഛനൊക്കെ ആയപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആളാണല്ലോ. അതിന് കാരണം അയാൾ പറയുന്നത് കേൾക്കുന്ന കുട്ടികളുടെ അട്രാക്ഷൻ തോന്നുന്നത് അയാൾ കേൾക്കും. അവിടെയാണ് ഈ പ്രശ്നം. ഇത് സോഷ്യൽ മീഡിയയിലെ ചില ഫ്രണ്ട്സും ആവാം. ഈ സംസാരം, ഈ ചാറ്റിങ്, ഈ സംസാരിക്കുക, ഈ ഇഷ്ടപ്പെടുന്ന വിഷയം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നല്ല ലിസണറായിട്ട് സോഷ്യൽ മീഡിയയിൽ ആൾക്കൊക്കെ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറയേണ്ട പല കാര്യങ്ങളും അവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ കുട്ടി പഠിക്കുന്നുണ്ടോ ആ കുട്ടികൾ വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നത് പഠനം റിലേറ്റഡ് കാര്യങ്ങളായിട്ട് സംസാരിക്കും. സംസാരിക്കുക. ഞാൻ വിളിക്കുന്ന ഓരോരുത്തരും ഞാൻ ചാലഞ്ച് ചെയ്യാം. നിങ്ങളുടെ FB പേജിലോ ഇൻസ്റ്റാ ഐഡിയോ കുറച്ച് പോസ്റ്റോ എനിക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നിങ്ങളോട് സംസാരിക്കുക. വളരെ എളുപ്പമാണ്. കാരണം എന്താണോ നമുക്ക് ഇഷ്ടം അതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നാച്ചുറൽ ടെൻഡൻസി അതാണ്. ഞാൻ എൻ്റെ ഫാമിലി ഫോട്ടോസ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരാൾ. ഉറപ്പാണ് അയാളുടെ ഇഷ്ടം ഫാമിലി കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പൊ അത് ചർച്ച ചെയ്യുമ്പോൾ അയാൾ എന്നോട് സംസാരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറിനെയും മെസ്സിനെയൊക്കെ ഒരു കുട്ടി ഷെയർ ചെയ്യുന്നത് ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ സംസാരിക്കാനാണെന്ന് കാണാൻ മനസ്സിലാവും. പിന്നെ ആ കുട്ടിയുടെ കമ്മ്യൂണിക്കേറ്റ് എളുപ്പമാണ്. നിങ്ങൾക്ക് റൊണാൾഡോയെ അങ്ങനെ ചെയ്യണ്ടാവുമല്ലോ. ആ കുട്ടിക്ക് അപ്പുറത്തെ കാര്യങ്ങൾ ബയോഗ്രഫി മൊത്തം അറിയാം. അപ്പൊ അത് സംസാരിക്കുന്ന ആളെ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആളുള്ള കുട്ടികളുടെ പ്രശ്നം മനസ്സിലാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ എത്ര മാത്രം ഡേഞ്ചറസ് ആണ് ഞാൻ പറഞ്ഞത്. ഉപയോഗിക്കാണ്ടിരിക്കണമെന്നല്ല, അതെങ്ങനെ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഈ ഡിജിറ്റൽ കാലഘട്ടമാണ്. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഏത് വരെ പോകാൻ ആലോചിച്ചു. ഒരു നമ്മൾ ക്ലാസ് ചെയ്യണം, നാളെ തൊട്ട് കാണണം, 2 ദിവസം കഴിഞ്ഞാൽ കുട്ടി മിസ്സാവണം. വളരെ ഇതെങ്ങനെ അറിയാം? ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫേസ്ബുക്ക് ഒരു ഐഡി തുടങ്ങണം, നിങ്ങൾ ഇൻസ്റ്റാ ഒരു ഐഡി തുടങ്ങണം. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാൻ നോക്കുന്നില്ല. നിങ്ങളത് തുടങ്ങാം.
ഇൻസ്റ്റയിലാണെങ്കിൽ കുട്ടിയെ ഫോളോ ചെയ്യാം, എന്നിട്ട് കുട്ടിയോട് പറയാം എന്നെ ഫോളോ ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിൽ കുട്ടിയെ ഫ്രണ്ടാക്കുക, നിങ്ങൾ ഫ്രണ്ടായി. ഇതിനാ മതിയാണ്. ചില അപമാനത്തിന്റെ കുഴപ്പങ്ങളുണ്ട്. ഞാൻ പറയാം, ഇന്നത്തെ കാലഘട്ടമാണ്. നമ്മുടെ പണ്ടത്തെ ചോദ ഹാർട്ടല്ല ഇന്നത്തെ ചോദ ഹാർട്ട്. അർത്ഥം വേറെ. അപ്പൊ പെൺകുട്ടിയുടെ പോസ്റ്റ് എടുത്തിട്ട് ചോദ ഹാർട്ട് അതിന്റെ അർത്ഥം പ്രണയങ്ങളല്ല, അത് ഇഷ്ടമാണ്. അത് പിള്ളേർ വെറുതെ വായി കൂടി കൊടുക്കണം. അത് നമ്മൾ ആ കാലഘട്ടം പോലെ കാണുന്നത്. ഇത് കാണുമ്പോഴേക്കും നാളെ പോലെ അതായത് ഇത് പ്രശ്നം. നിങ്ങൾ CC ക്യാമറ ആവരുത്. സോറി, CC ക്യാമറ ആവാം, ഒരു പോലീസിനെ ആവാം, സ്ലിപ്പർ ഡോഗ് ആവാം, മണം കിട്ടി പോകാം. ജസ്റ്റ് ഒബ്സർവ്. ലുക്ക്, നമ്മൾ ഈ CC ക്യാമറയുടെ കാര്യം വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ നിൽക്കുമ്പോൾ വേസ്റ്റ് കൊണ്ടിടുമ്പോൾ അറിയുന്നില്ല. അപ്പൊ അവിടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കുട്ടിയുടെ ഫ്രണ്ടോ ഫോളോവറോ ആയിട്ട് ഇരുന്നാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അറിയും. അതിലൂടെ ഹാർട്ടോ ലുക്കിൽ കൊടുക്കുന്നോ ഈ കമന്റ്സ് ഒന്നും മോശമായിട്ട് എടുത്തില്ല. ഇതുപോലെ എനിക്ക് അവർ പറയാം, പിള്ളേർ പറയണത്. ഞാൻ ഇത് വളരെ കാഷ്വലായിട്ട് ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ സ്ഥിരമായിട്ട് ക്യാമ്പസ് വിസിറ്റാണ്, കോളേജ് ക്യാമ്പസ്. അപ്പൊ അത് ഞാൻ യൂസ്ഡ് ആണ്. പക്ഷേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഒപ്പം പഠിച്ചോളൂ, അവർ യൂസ്ഡ് അല്ല, അവർ വേറെ ഇല്ല. അപ്പൊ അവർക്ക് ഇത് പലതും ദഹിക്കുന്നില്ല കുട്ടികളുടെ കാര്യം. അപ്പൊ ഞങ്ങൾ മക്കളുടെ കാര്യം ഡിസ്കസ് ചെയ്യാറ്. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഇതിനകത്ത് പ്രശ്നമില്ല, മുമ്പ് നോക്ക്, ഇല്ലാതെ പ്രശ്നമില്ല, കടന്നോടെ കാണല്ലേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. അല്ലെങ്കിൽ കുറച്ച് പിള്ളേരെങ്കിലും പറയും, ഇന്നലെ തൃശ്ശൂർ ഒരു കാലികള ഷർട്ട് എടുത്ത് വിളിച്ചു, അയാൾ പറഞ്ഞാൽ ഇന്നലെ അമ്മക്ക് തുടങ്ങിയിട്ടുള്ള പിള്ളേർ പറയും. അപ്പൊ അതിലേക്ക് ഇടവരുത്തുന്നത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി എന്നാണ്. നിങ്ങളെ നോക്കേണ്ടത് ഈ കമന്റ് ഇടുന്ന ആള് ഒന്ന് ആളാന്ന് നോക്കുക. അത് ചുമ്മാ ചെക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ കൂടെ പഠിക്കേണ്ട ആളോ അല്ലെങ്കിൽ കൂടെ പഠിച്ച ആളുടെ കസറ്റാണോ എന്താണെന്ന് നോക്കിയാൽ മതി. നിങ്ങളെ കുട്ടി അപ്പുറത്തേക്ക് വല്ല കമന്റ് ഇടുന്നുണ്ടോ അതുകൂടെ നോക്കാം. ഒരു കാര്യം പറയാം, പൊതുവെ ഇത് പറയുമ്പോൾ പലരും കാരണം പെൺകുട്ടികൾ മാത്രമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്, പെൺകുട്ടികളുടെ പാരൻസ് അങ്ങനെയല്ല. ബോംബെയിലെ ലേറ്റസ്റ്റ് കണക്ക് 18 years താഴെയുള്ള 14% ആൺകുട്ടികൾ. ആൺകുട്ടികളുടെ പേരൻസും സൂക്ഷിക്കണം, പെൺകുട്ടികളുടെ മാത്രമല്ല. ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, വലിയൊരു പ്രശ്നമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് ഡിസ്കസ് ചെയ്യും. ഇനി ഇന്നലെ വരെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്ത പേരൻസ് അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് മോളായി സംസാരിക്കാൻ നമ്മൾ പിടിച്ചിട്ടില്ലേ, കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തോ ഒരു കാര്യം. അപ്പൊ അങ്ങനെയല്ല, ഗ്രാജുവൽ പ്രോസസ് ആയി മാറും. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം, കുട്ടികൾക്കൊക്കെ തെറ്റ് പറ്റാം, അബദ്ധങ്ങൾ പറ്റാം, മനസ്സിലായി, തെറ്റുകളാക്കുമല്ലോ. അപ്പൊ ആ തെറ്റ് പറ്റണേയല്ല, ഒരു തെറ്റ് പറ്റി എന്താ ചെയ്യണം നമുക്ക് ഇനി ആ തെറ്റ് പറ്റാതിരിക്കാൻ ആ കുട്ടിയെ നമ്മൾ കൈ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആകുമ്പോൾ ആ കുട്ടി ആ തെറ്റ് പിന്നെയും റിപ്പീറ്റ്. അവിടെയാണ് പ്രശ്നം. അപ്പൊ അത് തടയാൻ പറ്റും നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ആക്ച്വലി ചേഞ്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ നിങ്ങൾ യൂസ് ചെയ്യാൻ കഴിയും. ഇതൊരു കാര്യം. 2020 കോവിഡ് നമ്മൾ അന്ന് വരെ കുട്ടികളോട് പറഞ്ഞ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ട, മൊബൈൽ കൊണ്ട, ലാപ്ടോപ്പ് കൊണ്ട, കമ്പ്യൂട്ടർ കൊണ്ട, സ്കൂളിൽ പറയുന്നുണ്ട്. 2020 മാർച്ച് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ വന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്തു, കാശില്ലാത്തവർ കാശ് ലോൺ എടുത്ത് ആൻഡ്രോയിഡ് ഫോണൊക്കെ മേടിച്ചു കൊടുത്തു, ടാബ് മേടിച്ചു കൊടുത്തു, ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തു. ഇന്ന് വരെ ഒരു ക്യാമറയുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സ് എന്തെങ്കിലും ശ്രമിക്കാം, ശീലിക്കാത്ത ടീച്ചേഴ്സ് ഡാൻസ് കളിക്കും, അത് എസ്പെഷ്യലി ലോവർ ക്ലാസ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് അവരുടെ അറിയാൻ കാണിക്കുന്നത് അവർ ശീലിച്ചിട്ടില്ല, അവരുടെ കുഴപ്പമില്ല, മനസ്സിലായി. അങ്ങനെ ക്ലാസ് എടുക്കാൻ വാട്സപ്പ് വഴി അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. നിങ്ങളുടെ കുട്ടിക്ക് മൊബൈൽ മേടിച്ചു. ഞാനൊരു ടേം പറയാം, എത്ര പേര് കേട്ടിട്ടുണ്ട് ഒന്ന് കൈ പോകുന്നതാണ് സൈബർ ബുള്ളിങ്. എത്ര പേര് കേട്ടിട്ടുണ്ട്? ശരിയോ? അത് 2-3 കൈകൾ. ഈ വാക്ക് പോലും കേട്ടിട്ടില്ല. സൈബർ ബുള്ളിങ് എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല. വലിയൊരു വിഭാഗം കുട്ടികൾ സഫർ ചെയ്യുന്ന കാര്യമാണ് സൈബർ ബുള്ളിങ്.
എന്താണ് സൈബർ ബുള്ളിങ്? സൈബർ ലോകത്തിൽ നിന്ന് കുട്ടികളെ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, അതിനെയാണ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയാൻ കാരണം 2020 മുമ്പ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികൾ കുറവാണെങ്കിൽ ഇന്ന് എത്രമാത്രം കൂടിയിരിക്കുന്നു. പോസ്റ്റ് കോവിഡ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. ഈ സൈബർ ബുള്ളിങ് പൂനെയിലും ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ വലിയ നമ്പേഴ്സ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും നടക്കുന്നതാണ്. ഇവിടെ 10 കിലോമീറ്റർ റേഡിയസിൽ ഒരു പത്രം നടത്താൻ ഇവിടെയും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടാവാം സൈബർ ബുള്ളിങ്ങിന് ഇരയായിട്ടുള്ള കുട്ടികൾ. ഇത് വലിയ മാനസിക സംഘർഷങ്ങളാണ് കുട്ടികളുണ്ടാകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നവർക്ക് ഒതുങ്ങില്ല. ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, സൂയിസൈഡ് ടെൻഡൻസീസ് കാണിക്കുന്ന കുട്ടികളുണ്ട്. സ്റ്റഡീസ് വന്നിട്ടുണ്ട് സൈബർ ബുള്ളിങ്. ഈ സൈബർ ബുള്ളിങ് എന്താണ്? സൈബർ ബുള്ളിങ് നേരത്തെ ഞാൻ കുട്ടികളെ പറഞ്ഞ പോലെയാണ് 99% നിങ്ങളെ അറിയുന്ന കുട്ടി അറിയോടാണ്. കാരണം അയാൾ അത്രയും വളരെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയോട് ചർച്ച ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആ കുടുംബത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അധികം പേരൊന്നും അറിയില്ല, പുറത്ത് പറയുന്ന നാട്ടിലുണ്ടാകുന്ന സംഭവം. ഈ കുട്ടിയുടെ മുമ്പിൽ പറയാം ഈ സംഭവം ഉണ്ടായിട്ടില്ലേ, എന്നോട് ആരോഗ്യം കാണുന്നതാണ് ഈ കാര്യം ഫ്ലാഷാക്കി എങ്ങനെയാണ് ആരോഗ്യം. ആ കുട്ടിയുടെ പ്രായത്തിൽ അത് താങ്ങാവുന്ന പറ്റില്ല. നീ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോൾ പേപ്പർ സിഗരറ്റ് പോലെ വലിച്ചു നോക്കിയിട്ടുണ്ടാവും. ആ സ്വഭാവമൊക്കെ മാറ്റിയാണ് ഹയർ സെക്കൻഡറി വേറെ സ്കൂളിലേക്ക് വന്നത്. ഈ കുട്ടിയോട് ചോദിക്കാൻ ആ സ്വഭാവത്തെ ഞങ്ങൾ പറയട്ടെ, എൻ്റെ ക്ലാസ്സിൽ കുട്ടികളുടെ പുതിയ ചാപ്റ്റർ തുടങ്ങാണ് നല്ല കുട്ടികൾ, ആ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ടായിട്ടുള്ള ഈ കാര്യം. ഇനി ഇതൊന്നല്ല, ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു മോർഫ് ഇമേജോ ഇന്ന് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? എൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രസന്റ് വേറെ പ്രസന്റുകളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. വളരെ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ കുട്ടിയുടെ മോർഫ് യൂസ് ചെയ്തിട്ട് സാധനം യൂസ് ചെയ്ത് ഇതൊക്കെ ഈ പറഞ്ഞു സർക്കുലേറ്റിംഗ് എങ്ങനെ ഉണ്ടാവുന്ന ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് ആയിരുന്നു. ആ കുട്ടിയുടെ 3 വയസ്സിലെ 3 മാസത്തിലേക്കോ 6 മാസത്തിലേക്കോ 9 മാസത്തിലേക്കോ ഫോൺ മാത്രം എടുത്തോ അല്ലെങ്കിൽ ഡ്രസ്സിൽ ഫോട്ടോ ഇതാണ് ഇതിന്റെ ക്ലാസ്സിൽ സർക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ആ കുട്ടിക്ക് ഉണ്ടാവുക മാനസികാവസ്ഥ. നമ്മുടെ ഏരിയയിൽ നമുക്ക് അറിവുള്ള കാര്യമില്ല. ചെറിയ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ പ്രായം 13-14 വയസ്സായ കുട്ടിക്ക് ആ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഫീൽ അല്ല, അത് കുറച്ച് സീരിയസ് ആണ്. ഇതിനെയാണ് നമ്മൾ സൈബർ ബുള്ളിങ്. ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞില്ല, കുറേ നമ്മൾ അറിയേണ്ടത് നമ്മുടെ കുട്ടി സൈബർ ബുള്ളിങ്ങിന് ഇരയാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതെങ്ങനെ അറിയാം? ഇതറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞങ്ങൾ എപ്പോഴും പറയാം, സോഷ്യൽ മീഡിയ യൂസിങ് ടൈം ചെക്ക് ചെയ്യാൻ. എന്ന് വെച്ചാൽ സ്ഥിരമായി ഒരുപാട് നേരം സോഷ്യൽ മീഡിയയിൽ എടുക്കുന്ന കുട്ടി പെട്ടെന്ന് ഇരിക്കുന്നേ ഡ്രാസ്റ്റിക് ആയിട്ട് കണ്ടുവന്നത്. ഞാൻ പറഞ്ഞത് 10 മണിക്കൂർ ബോർഡ് എക്സാം എത്തുമ്പോഴല്ല, എക്സാംസ് എത്തുന്ന കുട്ടികൾ അല്ലെങ്കിൽ അത് വ്യത്യാസം അത് പഠിക്കാൻ വേണ്ടിയില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നോർമൽ അല്ലെങ്കിൽ പൊതുവെ സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യാത്ത കുട്ടി കുറെ അധികം നേരം സ്പെൻഡ് ചെയ്യും. ഈ രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ പിന്നീട് പോയി നിന്നാണ് എല്ലാം നോക്കണം. ക്യാമറ എന്താ നോക്കണം. നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും ആ വിൻഡോ മിനിമൈസായി അടുത്ത വിൻഡോ കൂടി ഓപ്പൺ ചെയ്യും. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ ഒരു സ്റ്റെപ്പിലേക്കാളും ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗേഴ്സ് ചെയ്യും. അത്ര സ്പീഡാണ്. കോളേജിലെ ടൈപ്പ് ചെയ്യണം. ഇങ്ങനെ ടൈപ്പ് നമുക്ക് ഈ 10 വരെ ലാപ്ടോപ്പൊക്കെ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ 2 വരെ വെച്ചിട്ടാണ് മൊബൈൽ ടൈപ്പ് ചെയ്യുന്നത്. അത്രയും സ്പീഡ്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സ്പീഡാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയി മിനിമൈസ് ചെയ്യാമെന്ന് ആരും വിചാരിക്കണ്ട. സോറി, പിടിക്കാറുണ്ടോ? നിങ്ങൾ ഫ്രണ്ടിൽ നിന്നാണ് നോക്കേണ്ടത്. ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം നമുക്ക് കാണുന്നത് സ്ക്രീനല്ല, കുട്ടിയുടെ മുഖം. കുട്ടിയെ കളർന്ന കുട്ടിക്കാണെങ്കിൽ വിട്ടേക്കും. അത് വിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് സൈബർ ബുള്ളിങ് അല്ല. നിങ്ങൾ അതെന്താ പറയുക, നമുക്ക് അതിനേക്കാളും ത്രെട്ടനിങ് ആണ് ഈ കുട്ടി പേടിച്ച് ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് ഓർമ്മിക്കേണ്ട, മൾട്ടിപ്പിൾ ടൈംസ് ചെക്ക് ചെയ്യുക. കുട്ടിയുടെ സോഷ്യൽ മീഡിയ ബിഹേവിയർ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. പ്ലസ് കുട്ടിക്ക് ഇത്തരം സ്ട്രെസ് ടെൻഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഏകദേശം
ധാരണ, എന്തോ ഒരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്കാണ് പോകും. ഇതൊക്കെ കുട്ടിയോട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന സ്റ്റേജാണ്. അത് എപ്പോഴാണ് ഡിസ്കസ് ചെയ്താൽ ശരിയായി ഞാൻ ഇപ്പോൾ പോയി ചോദിക്കാം. അച്ഛൻ പറയാം, അച്ഛൻ വന്നേക്കും, അമ്മ പറഞ്ഞു, അച്ഛൻ ഇന്ന് തന്നെ ചോദിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ പോയി ചോദിക്കരുത്. എന്താണ് സൈക്കോളജിക്ക് ഇരയാവുമോ ഇല്ലേ ഒക്കെ ചോദിക്കാം. മാത്രമല്ല നിങ്ങൾ ചോദിക്കുമ്പോൾ കുട്ടിക്കറിയാം അമ്മ ചെയ്യുന്ന വട്ടം വിട്ട് പോകുന്നത്. അങ്ങനത്തെ അറ്റ്മോസ്ഫിയറിൽ ഓപ്പണപ്പ് ആവുന്നു. ഒന്നാമത് ഇങ്ങനെയല്ല അപ്രോച്ച് ചെയ്യുന്നത്. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടി ഏറ്റവും ഓപ്പണപ്പ് ആവുന്ന ആരുടെ കൂടിയാണ്, ആ വ്യക്തിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. എന്ത് ചെയ്യാൻ 10 പഠിക്കുന്ന കുട്ടിയുടെ 12 പഠിക്കുന്ന ചേച്ചിയെ പിള്ളേർ അത് മെച്യൂർഡ് ഏജ് ആയി മനസ്സിലായി. ഒരു മെച്യൂർഡ് ഏജ് ആയിട്ടുള്ള ആരോടാണ് ആ കുട്ടി ഓപ്പണപ്പ് ആവുന്നത്. അങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റ്. അത് വീട്ടിലല്ല ചെയ്യുന്നത്. ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് ചെയ്യരുത്. കാരണം വീട്ടിൽ ആ കുട്ടി കംഫർട്ടബിൾ അല്ല, കുട്ടിക്കറിയാം, ബന്ധുക്കളും വീട്ടുകാരൊക്കെ ചുറ്റുവട്ടം ഇതും അന്വേഷിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടിയെ അച്ഛനാണ് ഇരിക്കേണ്ടത്. എക്സാമ്പിൾ ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകാം, സിനിമയ്ക്ക് കൊണ്ടുപോകാം, ഔട്ടിങ് കൊണ്ടുപോകാം, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകാം, എന്തിനു കൊണ്ടുപോകുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 10 മണി ഇപ്പം ഞാൻ കൊണ്ടുപോകും, 12 മണിക്ക് എനിക്ക് വീട്ടിൽ വന്നിട്ട് വെബിനാറാണ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഒരു ടൈം ഇത് കഴിഞ്ഞ ഒരു അപ്പോയിന്റ്മെന്റോ വെബിനാറോ പ്ലാൻ ചെയ്ത് പോയാൽ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെന്ന് ചോദിക്കുമ്പോഴേ കുട്ടികൾ വായിക്കുന്നു വിടുന്നില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ അത് നമ്മൾ മെന്റലി പ്രിപ്പയർ ചെയ്ത് വെക്കാനും പോകാം. കുട്ടിയെ കൊണ്ട് പുറത്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കേസൊക്കെ പോകാം. പഠനം വഴി എന്ത് വരും കുട്ടികൾ കംഫർട്ടബിൾ ആയി. ഏത് നല്ലോണം പഠിക്കുന്ന കുട്ടികൾ പോലും പഠനം ചോദിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ട്. കാരണം ആ കുട്ടിക്ക് അറിയാം അച്ഛൻ പ്രതീക്ഷിക്കേണ്ട കാര്യമാണ് അവസ്ഥ. അപ്പൊ ആ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ സിനിമയെ കുറിച്ച് ചോദിക്കാം, ഫുഡിനെ കുറിച്ച് ചോദിക്കാം, എല്ലാം ചോദിക്കാം. നിങ്ങൾ എന്ത് ചോദിക്കുന്ന ആ കുട്ടിയുടെ ബിഹേവിയർ നോക്കുക. ഫോൺ സൈലന്റ് ആയിരിക്കണം, അടിക്കരുത്, നമുക്ക് സംസാരിക്കണം. ഡിസ്റ്റർബൻസ് വരരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല രീതിയിൽ സംസാരിക്കുക. പിന്നെ നിങ്ങൾ പതുക്കെ ഗ്രാജുവലി കുട്ടിയുടെ മുഖത്ത് കണ്ണിൽ നോക്കിയിട്ട് ചോദിക്കാം, എന്താണ് നീ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നീ ഒത്തിരിക്കുന്നത് എല്ലാ കാര്യം കുട്ടികളുടെ ബിഹേവിയർ നോക്കുക, ആൻസർ അല്ല. ഫസ്റ്റ് ആൻസർ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? 100-99 കുട്ടികൾ ഒന്നും ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ആൻസർ അല്ല ശ്രദ്ധിക്കണ്ടേ, കുട്ടിയുടെ ബിഹേവിയർ ആണ് നോക്കുക. ആ കുട്ടി പറയുമ്പോഴല്ല കുട്ടിയുടെ വെപ്രാവും മുഖത്താവും. കാരണം നമുക്ക് അറിയാം പ്രശ്നമുണ്ട്. കുട്ടികളുടെ ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്ന് ചോദിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ ബിഹേവിയറിൽ ആ സ്ട്രെസ് എടുക്കാം. ഇതൊന്നും ആരും പറഞ്ഞു കഴിയില്ല. 2 പ്രാവശ്യം ചോദ്യങ്ങൾ പറയാം. എന്നാലും പുറത്ത് അച്ഛനെ ചോദിക്കണേ, അമ്മയെ ചോദിക്കണേ, പാട്ടോ ചെറിയ കയ്യെ ചോദിക്കണേ, ആരാണ്? ഞാൻ എപ്പോഴും പറയാം ടച്ച് ആൻഡ് വണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ 10 വാക്ക് പറയണേക്കാളും ആശ്വാസമാണ് ഒരു ടച്ച്. നമ്മൾ ഈ മരിച്ച വീട്ടിലൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു 100 വാക്ക് പറയണേക്കാളും എത്രയോ ആശ്വാസം. അത് കഴിയുമ്പോൾ അത് ഓടി കുട്ടിക്കാര്യം, അതുകൊണ്ട് ഒരു നോർമലൈസ് ആവാൻ സാധ്യതയുള്ളത്. അപ്പൊ ഒരു ടച്ചിൽ ഭയങ്കര പവറാണ്. അപ്പൊ നമ്മുടെ കുട്ടിയാണ് നമ്മൾ എന്തായാലും പറഞ്ഞു പറ്റില്ല. ചില കുട്ടികൾ അപ്പോൾ ബ്രേക്ക് ആവാം, ചില കുട്ടികൾ ഇത്തിരി കൂടി സമയം എടുക്കും. അത് ഡിപ്പെൻസ് ഓരോ കുട്ടികളുടെ മാനസികാവസ്ഥ പോലെയാണ്. നിങ്ങൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഒരിക്കലും സൗണ്ടാക്കി പോകരുത് ഇതായിട്ട്. കാരണം ഈ സംസാരം തുടങ്ങണേൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഡിസ്ട്രാക്ഷൻ വന്നാൽ ഈ കുട്ടിക്ക് നിങ്ങൾ സമയം കൊടുക്കുകയാണ്. പഴയ സ്റ്റേജിലേക്കല്ല, കുട്ടി മനസ്സ് മാറി മാറി ഇവിടെ വരെ എത്തി. പിന്നെയും പഴയ സ്റ്റേജിലേക്ക് പോയാൽ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സിനിമയല്ല രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യും. പിന്നെ കുട്ടി ചിലപ്പോൾ ബ്രേക്ക് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ സമയം കയ്യിൽ ഇത് പോകരുത്. ഇന്ന് സമയം ഇന്ന് പോകേണ്ട നാളെ പോയാൽ വൺസ് കുട്ടി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കുട്ടിയോട് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല അച്ഛനും അമ്മയ്ക്കും പറ്റുന്നതാണ് ഇത് പറഞ്ഞ ഇതിനോട് ഞാൻ നന്നായി യൂസ് ചെയ്യണ്ട. ഇവരെ കുട്ടി തെറ്റ് ചെയ്യത്തില്ല, കുട്ടി ഇരയാണ്. നമ്മളത് മനസ്സിലാക്കുക. ആ കുട്ടിയോട് നമ്മൾ വേണ്ടത് കമ്പാഷനാണ്. കുട്ടി എക്യൂസ് ചെയ്യല്ല. ആ കുട്ടി പേടിച്ച് വരച്ചിരിക്കുന്ന കുട്ടിയാണ്. ആരും എന്തോ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ നിങ്ങളൊരു സപ്പോർട്ടീവ് റോളാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും നിങ്ങളോട് ഞാൻ പറഞ്ഞ എക്സെട്ര പറയുന്നത്
പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും കുട്ടിയെ കുറ്റം പറയരുത്. സപ്പോർട്ടീവായിട്ട് ഒപ്പം തന്നെ ആ കുട്ടിക്ക് അവിടെ വേണ്ടത് മാനസികമായിട്ട് ഒരാൾ സപ്പോർട്ടാണ് ചെയ്യുന്നത്. അത് അച്ഛനാവാം, അമ്മയാവാം, അമ്മയാവാം, അമ്മനാവാം, ചെറിയാവാം, ആരോ മനസ്സിലായി. ആ സപ്പോർട്ടീവ് റോഡ് ആ കുട്ടി കോൺഫിഡൻ്റ് ആണ്. നമുക്ക് വേണ്ടതെന്താണ് ആ കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇനി അതിൽ നിന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ തിരിച്ചു വരിക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അത് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പറയാം, ഒരു 90% നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗിന് പോകേണ്ടി വരില്ല. ആ കുട്ടി കൊണ്ടുപോയി വരില്ല. അത് വളരെ ആ സ്റ്റേജിൽ എത്തിക്കണമെങ്കിൽ മാത്രമാണ്. ആ സ്റ്റേജിൽ എത്ര കുട്ടികൾ നിങ്ങൾ ചോദിച്ചാൽ അത്രയും കിട്ടുമെന്ന് പറയുക, അത്രയും കഴിയും. അങ്ങനത്തെ കുട്ടികൾക്ക് മാത്രം മാനസികമായിട്ട് അത്രയും ഗ്രാവിറ്റിയിലേക്ക് കയറിയിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ കൗൺസിലിംഗിന് കൊണ്ടുവരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 90% വേണ്ടി വരിക. നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പോവുക. ഒരിക്കൽ പോലും ആ കുട്ടി നാളെ മൊബൈൽ ഇനി തുടങ്ങിയൊന്ന് നോക്കി അമ്മ ചോദിക്കരുത്. പലപ്പോഴും അമ്മമാരെ പറഞ്ഞേക്ക് ചോദിക്കരുത്. അതെന്തിനാണ് അമ്മയുടെ വാർത്ത പഴയ ഓർമ്മ നിൽക്കുന്നത് കൊണ്ടല്ല അമ്മ ചോദിക്കരുത്. അങ്ങനെ ചോദിക്കണം. ക്ലിയർ? സൈബർ ബുള്ളിംഗ് കൂടി മനസ്സിലാക്കിയപ്പോൾ വലിയൊരു പ്രശ്നമാണെന്ന് കേരളത്തിലെ എറണാകുളം, ട്രിവാൻഡ്രം, തൃശ്ശൂർ ടൗണിൽ മാത്രമല്ല കൊടകരയും ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് അപ്പൊ അതുകൂടി മനസ്സിലാക്കുമ്പോൾ സൈബർ ബുള്ളിംഗ് എന്താണ്. പിന്നെ എനിക്ക് പറയാം, ഞാൻ എപ്പോഴും പറയാം, ആർട്ട് ഓഫ് സെയിങ് നോ ആണ്. നോ പറയാൻ ശരിയാണ് പേരൻസ്. ഇന്ന് പലപ്പോഴും പല പേരൻസും പറ്റാത്ത കാര്യങ്ങളാണ്. പല അമ്മമാർക്കും മുത്തശ്ശന്മാർക്കും പ്രശ്നമായ കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും സമ്മതിക്കും. ചില അമ്മമാരെ ചിന്തിച്ചുണ്ടല്ലോ, പേരൻസ് സമ്മതിക്കാത്ത ഇത് പേരൻസും ഈ നോ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും നോ പറയാതെ ആ കുട്ടി 15ാം വയസ്സിൽ പറയാതെ ഞാൻ 10th പാസ്സായി +1 തോന്നുമ്പോൾ എനിക്ക് ഐഫോണിന്റെ ലേറ്റസ്റ്റ് വേർഷൻ വേണമെന്ന് പറഞ്ഞാൽ അന്ന് നോ പറഞ്ഞൊരു കാര്യമില്ല. കാരണം അതുവരെ ചോദിക്കാൻ ഇടപെട്ടിരുന്ന 7ആയപ്പോൾ 4000 സ്ഥലത്തിൽ മേടിച്ചു കൊടുക്കാതെ കുട്ടിയുടെ ഫ്രണ്ടിന് കാറിന്റെ പോലെയില്ല 22,000 സൈക്കിളിൽ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫീൽ ആ കുട്ടിയുടെ മനസ്സിൽ കൊണ്ട് നിങ്ങളാണ് കുട്ടിയെ, തെറ്റ് നിങ്ങളുടെയാണ് കുട്ടിയെ. ഈ നോ എവിടാണ്? നിങ്ങൾ നോ പറയണം, എല്ലാവരും നോ പറയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിലയിലാണ്. എന്ത് പറയാനും നോ പറയാൻ അച്ഛനോട് കുട്ടി വിലയിലാണ്. എല്ലാവരും പറയുന്നത് തന്നെ ഉണ്ടാവും. പറഞ്ഞ അപ്പോ ആ അവൻ്റെ അച്ഛൻ എന്ത് പറഞ്ഞ സമയം എൻ്റെ അച്ഛൻ ആ രീതിയിലാവും. നോ പറയുന്നവർക്ക് പറയാം. നിങ്ങൾ 5 കാര്യത്തിൽ യെസ് പറഞ്ഞു ഓൾറെഡി നോ പറയുമ്പോൾ ആ നോക്ക് ഒരു വാല്യൂ. അത് എന്ത് വേണം എന്നുള്ളത് നിങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. ഏതിനാണ് പറയാം. കുട്ടി ഇപ്പോൾ കളിക്കാൻ പോകുന്നത് 8ൽ പഠിക്കും, കളിക്കുന്ന സമയം 7-8 പഠിക്കാൻ കുട്ടി 9ലേക്ക് പാസ്സാവാം. സമ്മർ വെക്കേഷൻ പറയാം ഫ്രണ്ട്സിനെ പോലെ ഞാൻ സിനിമയ്ക്ക് പോകട്ടെ, വീട്ടിലെടുത്താണ് സിനിമയ്ക്ക് പോകട്ടെ, എന്താ പറയുക ഇതിലും നല്ല വില വേറെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ പല പേരൻസ് ഇതിലൊക്കെയാണ് കണ്ടത്. അതാ ഇപ്പം ആൺകുട്ടിയായിട്ട് എനിക്ക് പോകണ്ട എന്തിനാണ് ചിന്തിക്കാൻ. നിങ്ങൾ പറ്റുന്ന സിനിമയ്ക്ക് പോകണമെങ്കിൽ ആരും ക്രിയാതെ കുട്ടിയതല്ല. നിങ്ങൾ കുട്ടിയെ കൊടുക്കുന്ന എനിക്കല്ലേ കുട്ടി പോയി കണ്ടിട്ട് ഫ്രണ്ട്സായിട്ട് ഭയങ്കര സിനിമ പോയി കാണുന്ന അവിടെയല്ല. മനസ്സിലായി? സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾക്കാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ആ നോക്ക് ഒരു വാല്യൂ, അല്ലാത്ത നോക്കൾക്ക് വാല്യൂ ഉണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് കുട്ടികൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എനിക്കിപ്പോഴില്ല, മുമ്പേക്ക് ഫ്ലാറ്റുള്ള സമയത്ത് എൻ്റെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാം. 9th പഠിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ മമ്മി എൻ്റെ ഭാര്യ പോയി അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ മോളെ ഹൈസ്കൂൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴേ ഈവനിങ് വണ്ടി നോക്കണ്ട, നമുക്ക് പിക്ക് ചെയ്യാം, നമുക്ക് എവിടെയൊക്കെ കറങ്ങി വരാറുള്ളൂ. ഞാൻ പിക്ക് ചെയ്തു. ഞാനിങ്ങനെ ഷോപ്പിലേക്ക് കറങ്ങി. അത് കഴിഞ്ഞ്
എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് വേഗം പോയത്. അമ്മയ്ക്ക് പണ്ട് പോയത് ഓർമ്മ കുറേ കുട്ടികൾക്ക് എൻ്റെ കുട്ടിക്ക് ഒരു മണിയുടെ മൂത്ത കുട്ടി മാത്രമല്ല ആ കാലഘട്ടത്തിൽ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾവേസ് പോയാൽ മതി, ബാക്കിയുള്ള ദിവസം പോയാൽ വേറെ കാണാൻ കഴിയും. നല്ല സ്ഥലമല്ല. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് മോളെ ക്യാമറ ഇരിക്കുന്നത് എൻ്റെ അമ്മയും കാര്യമാക്കിയിരുന്നു. മോളെ അപ്പോൾ എന്നോട് മറ്റാൾ ഭയങ്കര പ്രശ്നമാണ്. ക്ലാസ്സിൽ കുട്ടിയെ ഞാൻ മക്കളുടെ പേര് പറഞ്ഞു. അവളും അവരുടെ സിസ്റ്ററും അവിടെ പോയിരുന്നപ്പോൾ ഈ പറഞ്ഞ കുട്ടിയുടെ അമ്മയെ നോക്കാം. അപ്പം അമ്മ പറയാൻ ചെയ്യുന്ന മതി, ഞാൻ ഭയങ്കര കുട്ടി അമ്മ അവിടെ കേരള താമസിക്കുന്നത് ഈ കുട്ടികളൊക്കെ കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഇരിക്കുമ്പോൾ ആൾക്കാരൊക്കെ വളരെ സസ്പീഷ്യസ് ആയിട്ട് നോക്കുകയാണ്. അപ്പം ഞാൻ സസ്പീഷ്യസ് ആയിട്ട് ഞങ്ങളെ കഴിയുകയാണ്. അല്ല, അവർക്ക് ഡൗട്ട് ചെയ്ത് ലെസ്ബിയൻസ് ആണ് നൈറ്റാണ്. ഞാൻ ഇത് ഭാഗമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നത് കുട്ടികൾക്ക് എത്രയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ അറിയേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. നമുക്കൊക്കെ 7ാം ക്ലാസ് എന്തൊക്കെ അറിയുമോ പഠിക്കുന്ന കാലത്ത് ഇന്നുള്ളിലേക്ക് അത് 3ാം ക്ലാസ് അറിയും. ഇവിടെ ടീച്ചേഴ്സ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതിൽ എന്തൊക്കെയാണ് UP സംസാരിക്കുന്നത്. നമ്മളൊന്ന് ഹൈസ്കൂളിൽ പറയാത്ത കാര്യങ്ങൾ അത്രയാണ് എല്ലാ കാര്യങ്ങളും UP പറയുന്നത്. ഇവിടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്താ പറയുക ഞാൻ പറയാറുണ്ട്. മനസ്സിലായി? അത്രയും അങ്ങനെയാണ്. അപ്പം നമ്മളവിടെ വേണ്ടതല്ല, അങ്ങനെ അപ്രോച്ചാണ് വ്യത്യാസം. ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയോട് ഇരിക്കുമോ നീ ഇത് കണ്ടിട്ട് നീ പറയുന്നത് ഞാൻ പറഞ്ഞു അത് ഞാൻ എപ്പോൾ പറയാൻ തോന്നിയ കുട്ടിക്ക് മനസ്സിലാവും. നമ്മളോട് പറയാൻ പറ്റുന്ന സബ്ജക്റ്റല്ല. പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയ നാളെ കുട്ടി വീട്ടിൽ ബ്രേക്ക് ആവാത്തവർക്കൊന്നും കുട്ടികളെ പറയുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പദത്തെ കയറ്റി അപ്പോൾ കിട്ടണമെന്നില്ല. എന്നാൽ ഒരു ക്ലാസ് കിട്ടാനുള്ള സാധ്യത മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേരുടെ പേരൻസ് ആവണമെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആണ്. അവരെ നമ്മുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഈ നമ്മുടെ ചിന്താഗതിയാണെങ്കിലും ഞാൻ എല്ലാവരും പറയാറില്ല. അച്ഛനോട് പറയാറില്ല. പക്ഷെ ഇന്ന് ഇവർ പറയും, ഇവരൊക്കെ പലതും പറയും. ഇത് യൂസ് അവരുടെ സമയത്ത് മറ്റുള്ള കുട്ടികളോട് പറയാൻ നമുക്ക് വേറെ ഈ ജഗദീശ്വരന്മാരുടെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ശ്രീനിവാസൻ. ഇതിൻ്റെ പലതും അവരവരെ കോമാളിയാക്കിയിട്ടുള്ള കോമഡിയാണ്. മറ്റുള്ളവരെ ശ്രീനിവാസൻ പ്രത്യേകിച്ചു അതാണ് നല്ല രീതി. നമ്മൾ മറ്റുള്ളവരെ കളയാം. ഞാൻ ഓരോ കുട്ടി ഷോപ്പിൽ സിനിമയ്ക്ക് പോകട്ടെ ഇംഗ്ലീഷ് ന്യൂസ് സ്പൈഡർമാൻ ചില കാര്യങ്ങൾ അവഞ്ചേഴ്സ് സീരീസ് ഭയങ്കര വൈകി ഇംഗ്ലീഷ് ന്യൂസിലാണ് അങ്ങനെയെല്ലാം കുട്ടികൾ ചിന്തകളെടുത്തു. അപ്പോൾ ഇത് ഇതുപോലെ നേരത്തെ പോയപ്പോൾ ഞാൻ ശോഭാസിറ്റിയിലെ അപ്പർ സൈഡ് എന്നിട്ട് ലേക്കിൻ്റെ സൈഡ് അവിടെ ഞങ്ങൾ അവിടുന്ന് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സോഫ്റ്റ് ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ട് ഐസ്ക്രീം ഐസ്ക്രീം പർച്ചേസ് നല്ല രസമായിരിക്കും, നല്ല സോഫ്റ്റ്. അപ്പം ഞങ്ങൾ അവിടെ കഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സമയമായി ഈ 13, 15, 17, 18 വയസ്സിലേക്ക് കപ്പിൾസ് കുറേ ഉണ്ടായിരുന്നു. കപ്പിളൊന്നും സ്റ്റെപ്പ് കഴിക്കുന്നത് അവരുടെ കാലത്ത് ചുറ്റുള്ള ഇല്ല, വേറെ മോശമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. അവരും പറഞ്ഞിരിക്കണം മോശമായിട്ട് കാണുന്നു അവരിത് സംസാരിക്കും. പണ്ട് മോളേക്ക് എത്ര ഓർമ്മയില്ല, കാരണം ഓർമ്മയില്ല ഏകദേശം ആ പറയുന്നത്. അപ്പം ഞാൻ കുട്ടികളെ എടുക്കുന്നില്ലേ നമുക്ക് കുട്ടിയിരിക്കുന്ന കാണാം. അപ്പം ഞാൻ വളരെ കാണണം ഈ കുട്ടികളുടെ പേരൻസിന്റെ വരികയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അറിയാം. മറ്റെന്താ പറയുക, എനിക്ക് എത്ര പ്രപ്പോസൽ അതെ ഞങ്ങളുടെ ക്ലാസ്സിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളൂ. അതെ അപ്പം എൻ്റെ കമ്മിറ്റഡ് പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്താൽ കമ്മിറ്റഡാണ്. ടീച്ചേഴ്സിൻ്റെ രൂപമല്ല, അവർക്ക് കേൾക്കുമ്പോൾ അറിയാം. ടീച്ചേഴ്സ് അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ രൂപമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിലൊറ്റയ്ക്ക് ഞാൻ അതിനെ ബ്രേക്ക് പോലെ നിന്ന് ഒരു മോറൽ പോലീസിംഗ് അവർ നടത്തിയാണ്. ഈ കുട്ടി നാളെ കാര്യങ്ങളോട് പറയുന്നു എൻ്റെ കുട്ടിക്ക് എവിടേക്ക് പ്രപ്പോസൽ വന്നാൽ എന്നെ അറിയും. എൻ്റെ കുട്ടി നല്ലവരെ കഴിക്കാം ഞങ്ങളോട് അത് മാറ്റി പറഞ്ഞത് ഏത് പ്രപ്പോസൽ വന്നാലും അച്ഛനോട് ആദ്യം പറയാം, അച്ഛൻ അപ്രൂവ് ചെയ്ത് കേസ് പറയാം. ഓരോ വെറൈറ്റീസിലെ വരുമ്പോഴേക്കും നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടി ആയതുകൊണ്ട് അതൊന്നും പ്രായം എങ്ങനെയാണ് കോളേജിലൊക്കെ
അവരുടെ നല്ല വശങ്ങൾ മാത്രമേ കുട്ടികൾ കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ ആ ഏജിൽ തോന്നുന്ന സ്വാഭാവികമായിട്ടുള്ള അട്രാക്ഷൻ. അപ്പൊ പിന്നെ ഒരാളെ പ്രപ്പോസ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്തൊക്കെ വരാം. അപ്പൊ നമ്മുടെ കുട്ടികളുടെ അപ്രോച്ച് ഈ രീതിയിലായിരിക്കണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിപ്പോകും ഈ കാര്യം. ഇനി നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് ക്ഷേത്രമായ നമ്മുടെ കുട്ടികളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഫുള്ളായിട്ടൊരു വിശ്വാസമില്ലായ്മ മുൻ സ്പീക്കർ എന്നതാണ്. ഈ ഒരു ധാരണ നമ്മുടെ കുട്ടികൾ പലരും എന്തുകൊണ്ട് അതുണ്ടാവും. പണ്ട് ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ അഡ്വാൻറ്റേജ് എൻ്റെ അമ്മയുടെ കൂടെയുള്ളതായിരുന്നു. ഞാൻ തുറന്നു പറയാം. കാരണം 6 ആകുമ്പോൾ കാലത്ത് ആ സമയമാകുമ്പോൾ ഒരു 1000 ഗസ്റ്റ് വരും. അങ്ങനെയാണെങ്കിൽ നോർമലി ഈ സംഭവം ഉണ്ടാവാറ്. അപ്പൊ 5 അവിടെ കഴിക്കാൻ പോയത് കൂടി വരാനുള്ള ദൃശ്യങ്ങളുണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ പലർക്കും ജോയിന്റ് ഫാമിലി ഒക്കെ അനുകൂലമാണ്. പിന്നെ പേരൻസ് 2 പേരും വർക്കിംഗ് ആണ്. ആരെയും കുഴപ്പമില്ല. ഇന്ന് 2 പേരും വർക്ക് ചെയ്താലാണ് വണ്ടി മര്യാദ കൊടുക്കാൻ പറ്റുള്ളൂ ഫാമിലി. അതങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഈ ഭക്തി അല്ലെങ്കിൽ നമ്മുടെ ഈ വായനയിലേക്ക് അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ ആണെങ്കിലും രാമായണത്തിന്റെ ആണെങ്കിലൊക്കെ കാര്യങ്ങൾ ആക്സെപ്റ്റബിൾ ആവും. എല്ലാ കുട്ടികൾക്കല്ല, ചെറുപ്പത്തിൽ യൂസായ കുട്ടികൾക്ക് കുഴപ്പമില്ല. അല്ലാത്ത കുട്ടികളുടെ കാര്യമില്ല. അവിടെ നിങ്ങൾ ആ കുട്ടികളുടെ മനസ്സിലേക്ക് അതൊരു മിത്ത് പോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടികൾ അതുപോലെ കുട്ടികൾ വാങ്ങിണ്ടായിരുന്നു പറയാം. കാരണം അവർക്ക് എന്തോ കാലം വന്ന് പറയുന്നത് എന്തോ പറയും, കുറെ ദക്ഷിണയ്ക്ക് വേണ്ടി അവരല്ല അങ്ങനെ കാണുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് എന്നും ലോജിക്കലായിട്ടും റാഷണലായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്തും നമ്മളെ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് മതങ്ങളുടെ കാര്യങ്ങൾ കുട്ടി ആരാധനയെ കുറിച്ച് പറയുക. അങ്ങനെ പറയുന്നില്ല. എല്ലാ ക്രിസ്ത്യൻസാണ് പരിധി തരണം പ്രൊഫഷനുണ്ട്. പക്ഷെ ഏതെങ്കിലും ഹിന്ദു മതം ബാക്കിയുള്ളതിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്ത് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ആ ദൈവത്തെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നെങ്കിൽ അത് സൂചനയാണ്, നല്ലതിനല്ല ആശയം. അത്രയാണ് പബ്ലിക് പ്ലേസുകൾ പറയുന്നത്. ചില ടേംസ് ഒക്കെ യൂസ് ചെയ്തത് വലിയ തെറ്റാണ്. ഇത് പറയുന്നില്ല, യൂസ് ചെയ്തിട്ടില്ല. കുറേ കാര്യങ്ങൾ അതൊക്കെ പറയും. ഇവിടെയുള്ള കാര്യങ്ങൾ ആരും വിശ്വസിക്കില്ല. അപ്പോ നമ്മൾ അങ്ങനെ അതിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ ഈശ്വരന്മാരെ കുറിച്ചിട്ടില്ല ചില പരാമർശങ്ങളെ കുറിച്ച് ലോജിക്കലായിട്ടുള്ള പറഞ്ഞു. കാരണം നമ്മുടെ ഓരോ പുരാണങ്ങളും നമ്മുടെ ഓരോ ചരിത്രത്തിലുള്ള സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളതന്നെ കാണാത്ത കുട്ടി ചോദിക്കുകയാണ്, എങ്ങനെയാണ് അതിന് ഗർഭസ്ഥ അവസ്ഥയിൽ കേൾക്കുന്നത്, എങ്ങനെയാണ് ചക്രവർത്തി തിരിക്കുന്നത്? ഇത് സയന്റിഫിക്കലി പ്രൂവണാണ്. 1990 ജർമ്മനിയിൽ ഒരു സ്റ്റഡി നടന്നത്. ഫാക്ടാണ്, അവിടെ ഒരു ബാച്ച് ഓഫ് മദേഴ്സ്, പൊളിറ്റീഷ്യൻ മദേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് മദേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് മദേഴ്സ് ഉണ്ട്, ഒരു ബാച്ച് ഓഫ് മദേഴ്സ്. ഇവരെ ഒരു പൈസ കൊടുത്താണ് ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ്, സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കാശ് കൊടുത്താൽ ഇത് കണ്ടുകൊടുക്കും. ഈ മദേഴ്സ് ഈ പ്രഗ്നൻസി പീരിയഡ് മുതൽ ഡെലിവറി വരെ ഒരു സെറ്റ് ഓഫ് മദേഴ്സ് ഒരു പർട്ടിക്കുലർ സബ്ജക്ട് മാത്രം എന്നും കേൾക്കുന്ന പോലെ എന്നും ഒരു മാത്സ് മാത്രം കേൾക്കും. വേറൊരു സെറ്റ് ഓഫ് മദേഴ്സ് പൊളിറ്റിക്സ് മാത്രം കേൾക്കും. വേറൊരു സെറ്റ് ഓഫ് മദേഴ്സിന് എഞ്ചിനീയറിംഗിലേക്ക് മാത്രം കേൾക്കും. പ്രൂവ് ചെയ്യുന്നതല്ല, ഡെലിവറി കഴിഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് 70-80-90 ഇയേഴ്സ് ചെയ്തപ്പോൾ ഏത് കുട്ടിയാണോ കൂടുതൽ സയൻസിന് എക്സ്പോസ്ഡ് ആയിട്ട് ആ കുട്ടികളുടെ ഭൂരിഭാഗം സയൻസ് എടുത്തത് സ്റ്റഡി നടന്നതാണ്. വെറുതെ പറയേണ്ടത്, മനസ്സിലായോ?
അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ കുട്ടികൾ. അപ്പൊ ഈ കുട്ടി ചിലപ്പോൾ നാളെ ചാറ്റിക്കില്ല, മനസ്സിലായി? അപ്പൊ നമ്മൾ എന്തും സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാൽ കുട്ടികൾക്ക് ഒരു ആക്സെപ്റ്റൻസ് വരും. അപ്പൊ നമ്മളാണ് പറഞ്ഞത്, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് രാമായണം ടിവിയിൽ കാണുന്ന, ഞാൻ രാമായണം മുത്തശ്ശൻ കുട്ടിയായിരുന്നു രാത്രി മുത്തശ്ശൻ പോയി. അപ്പൊ ലവകുമാരൊക്കെ പറഞ്ഞില്ല, രാമായണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പിന്നെ രാമായണം ആയിട്ട് തോന്നും. ഇതന്നെയാണ് കേട്ടത്. അപ്പൊ അങ്ങനെ കേട്ടില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതിലേക്ക് ചെയ്യാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ കുട്ടികളുടെ മനസ്സിലേക്ക് നമുക്ക് സിമിലർ ഇതൊക്കെ നമുക്കറിയാം. പാണ്ഡു എന്തുകൊണ്ട് ആ ഷേപ്പായിരുന്നു, ധൃതരാഷ്ട്രം എന്തുകൊണ്ട് അന്ധനായിരുന്നു, വിദുരൻ എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ വളരെ ജ്ഞാനിയായിട്ട് ഇതൊരു ഫാക്ടാണ്. ഒരു ബന്ധപ്പെട്ട സമയത്ത് ഈ അവസ്ഥയാണ് സ്ഥിതി, അതാണ് കുട്ടികളുടെ ഫാക്ടാണ്. അതുകൊണ്ടാണ് ഈ ഗ്രാമീണ കമ്മ്യൂണിറ്റികളിൽ നോക്കിയിട്ടുള്ള കാര്യം ശാന്തി മുഹൂർത്തം ഏറ്റവും നല്ല മുഹൂർത്തം നോക്കിയിട്ടാണ് 5 ദിവസം 6 ദിവസം എങ്ങനെയാണ് അവസ്ഥ. നിങ്ങൾക്ക് റീസൺ ഉണ്ട്. നമ്മളിതൊക്കെ ചുമ്മാ എല്ലാം ക്രിറ്റിസൈസ് നടത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ വേറെ സാധ്യത, നിങ്ങൾ ചുമ്മാ ഒന്ന് ചാറ്റിലേക്ക് അടിച്ചു നോക്കുക. ഗോവിന്ദസ്വാമിയുടെ സ്ട്രീറ്റിലാണ് അച്ഛൻ പണിക്കാണ് ഒരു റോഡ് സൈഡിലൊക്കെ കാലിൽ വെച്ച് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളതാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും മലയാളിയാവും, ഒരിക്കലും നല്ല മനുഷ്യനാണ്. മനസ്സിലായി? സെയിം ആണ് പേടിച്ച് സ്വീകരിച്ചപ്പോൾ പാണ്ഡുവിനെ കണ്ണടച്ച് സ്വീകരിക്കുക. വ്യാസകാലം ജ്ഞാനമാകുന്നത്. അപ്പൊ കണ്ണടച്ച് സ്വീകരിച്ചപ്പോൾ നന്ദനായി ദാസി അങ്ങനെയല്ല സ്വീകരിച്ചത്, സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അതുകൊണ്ട് ഇതിൽ വളരെ ജ്ഞാനി, വ്യാസന്റെ എല്ലാ സന്മൂലങ്ങളും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ 9th 10th പഠിക്കുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാനൊരു കപ്പിൾ ഓഫ് എക്സാമ്പിൾസ് തന്നേ. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയാം, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ ഇതോടും ഒരു താല്പര്യം ഉണ്ടാവുന്ന മാത്രമല്ല, അത് ഫോളോ ചെയ്യാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിട്ട് മറ്റൊന്ന് സ്വീകരിക്കാൻ കുട്ടികൾ വരും. ഈ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് മറ്റൊരു കാര്യം സ്വീകരിക്കാൻ കുട്ടികൾ ഉണ്ടാവുന്നത്. അവിടെയാണ് നമുക്ക് കുട്ടികൾക്ക് ചെയ്തു വരുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മാറ്റം വരിക. കുട്ടികളെ അല്ല മാറ്റേണ്ടത്, ഇവിടെ ഇരിക്കുന്ന ഓരോ പേരന്റും ഓരോ ഗ്രാൻഡ് പേരന്റും മാറാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ തന്നെ മാറും. അതല്ലാണ്ട് അവരെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരരുത്. നിങ്ങൾ അവരുടെ കയ്യിലേക്ക് പോയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് അവരുടെ നല്ല പേരൻസ് ആവാൻ പറ്റും. ഒരു കാര്യം കൂടി ടോപ്പിക്ക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം വളരെ പ്രശ്നം ഞാൻ കാണുന്ന വിഷയമാണ്. പലപ്പോഴും പല പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് എഞ്ചിനീയർ ആവാൻ പറ്റില്ല, എനിക്ക് ഡോക്ടർ ആവാൻ പറ്റില്ല, എനിക്ക് ഡോക്ടറാണ്. മൂത്ത കുട്ടി ഡോക്ടറായി, രണ്ടാമത്തെ ഡോക്ടറാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എല്ലാ കുട്ടികളും ഒരുപോലെയില്ല. ആ കുട്ടികൾക്ക് എത്രമാത്രം സ്ട്രെസ് ഉണ്ടാവുമെന്ന് ഞാൻ പലപ്പോഴും കാണുന്നതാണ്. ഡോക്ടർ അബ്ദുൽ കലാം ക്രിക്കറ്റ് കളിച്ചിട്ടല്ല ഇന്ന് ഞാൻ ആ പേര് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പണം കയറുന്നു. മനസ്സിലായി? സച്ചിൻ ടെണ്ടുൽക്കർ പേര് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ക്രിക്കറ്റിലാതെ കാണുന്നു. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്. അമിതാഭ് ബച്ചന്റെ പേര് പറയുന്നത് രണ്ടുമല്ല. മനസ്സിലായി? ഇവരാരും സക്സസ്ഫുൾ ആയിട്ട് ഫേമസ് ആയിട്ട് ഇന്നില്ലെന്നും വരുന്നത് മറ്റൊരു ജോലിയിൽ അവർക്ക് അഭിരുചി എന്ന മേഖലയിൽ പോകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് അഭിരുചി എന്ന മേഖലയിലാണ് നല്ലത്. സത്യങ്ങളെല്ലാം വീട്ടിലേക്ക് പോയിട്ടുള്ള അവസ്ഥ +2 പാസ്സായിട്ടില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ പഠിക്കാൻ ന്യൂസ് നല്ല ഓർമ്മയുണ്ട്. സച്ചിൻ മിസ്സസ് +2 പയ്യെ 6 ആണ് 6 മാത്രമാണ് തോന്നുന്നത്. ഓർമ്മയുണ്ട്.
മനസ്സിലായോ? അമിതാഭത്തെ ക്രിക്കറ്ററാവില്ല, അഭിനേതാവാവില്ല. അപ്പൊ ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടിയെ ഒരു സബ്ജക്റ്റിലേക്ക് ഫോഴ്സ് ചെയ്യുന്ന രീതി ചെയ്യല്ലേ എന്ന് വിചാരിച്ച് കുട്ടി പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യണമെന്നല്ല, കുട്ടി അത് പ്രൂവ് ചെയ്യണേ ആക്സെപ്റ്റ് ചെയ്യണം. കുട്ടിക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫിസിക്സും മാത്സും ബുദ്ധിമുട്ടി പഠിച്ചിട്ടാണ് മാർക്ക് മേടിക്കുന്നത്. അതേസമയം ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് സിമ്പിളായി പഠിക്കുന്ന മാർക്ക് മേടിക്കുന്നുണ്ട്. മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് മാത്സിൽ 90, എക്കണോമിക്സിന് 67 പറയട്ടെ. ഈ 67 ആൾക്ക് ആഴ്ചയിൽ 15 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടാണ് മേടിക്കുന്നത്. ആ മാത്സ് ട്യൂഷൻ കൂടാതെ ഡെയിലി 1.5 മണിക്കൂർ പഠിച്ചിട്ടാണ് മേടിക്കുന്നത്. മാർക്ക് കിട്ടുന്ന സമയം അറിയും. ആ കുട്ടി അത് എഫേർട്ട് നിന്നിട്ട് ചിലപ്പോൾ ആ എക്കണോമിക്സ് ആഴ്ചയിൽ 15 മിനിറ്റ് ഡെയിലി 20 മിനിറ്റ് പഠിച്ചിട്ടില്ല, ആദ്യം കിട്ടിയാൽ ഇതൊരിക്കലും നിങ്ങളുടെ മാർക്സിസ്റ്റ് പറഞ്ഞു തരില്ല. ഞാൻ ഈ പറഞ്ഞു തരുന്നത് അടുത്ത പോലെ ഡോക്ടറും എഞ്ചിനീയറുമായ മാത്രമല്ല, ഇന്ന് ഏത് വിഷയം പഠിച്ചാലും കുട്ടികൾക്ക് സയൻസിലെത്താം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് വിഷയം എടുക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം, നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നിങ്ങൾ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് വിഷയം പഠിക്കുന്നു എന്നുള്ള പ്രശ്നമില്ല, നിങ്ങൾ സയൻസിലെത്തും. ഉദാഹരണം എക്കണോമിക്സ്. ഇവിടെ എത്ര പേര് എക്കണോമിക്സ് പാസ്സാക്കുന്നത്? എക്കണോമിക്സ് ആണെന്ന് പറയാമെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? എക്കണോമിക്സിന്റെ മലയാളം ശാസ്ത്രം. അപ്പൊ കേരളത്തിലെ ഈ ഒരു കോളേജ് കാണിച്ചാലോ ശാസ്ത്രം പഠിക്കുന്നത്? ഒറ്റ കോളേജ് കാണിച്ചാൽ കിട്ടില്ല. കേരളത്തിൽ എക്കണോമിക്സ് ആർട്സ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് എക്കണോമിക്സ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ചില പാരന്റ്സിനോടൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി എക്കണോമിക്സ് എടുക്കുന്ന കാര്യം പറഞ്ഞാൽ അവർ എന്ത് എക്കണോമിക്സ് പഠിക്കാനാണ് പോകുന്നത്? ആ കുട്ടി അതിന്റെ മാത്സിന്റെ അനലിറ്റിക്കൽ പാർട്ടാണ് പഠിക്കുന്നത്. നാളെ ചിലപ്പോൾ ആ കുട്ടിയുടെ കൈവെപ്പ് നമ്മുടെ കറൻസി നോക്കിലൂടെ കാണാം. ഞാനിത് വളരെ അല്പ അഹങ്കാരത്തോട് പറയാം. സതീഷ് പേരാമ വിദ്യാലയത്തിൽ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കൊണ്ട് 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ ക്ലാസ് പോകുന്നത് എനിക്ക് അവരുടെ പേരൻ്റെ അറിയില്ല. ആ അമ്മ 2 കൊല്ലം ടീച്ചറെ വിളിച്ചിട്ടുണ്ട്. ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. മെഡിസിന് പോകണമെന്ന് പറഞ്ഞ കുട്ടി ഈ ഒറ്റ കാരണം ഞാൻ ക്ലാസ് എക്കണോമിക്സിനെ പറഞ്ഞു. ആ കുട്ടി +2 കഴിഞ്ഞ് +2 അവിടെ എല്ലാം പഠിച്ച കുട്ടി തൃശ്ശൂർ സ്കൂളിലാണ് പഠിച്ചത്. അത് എനിക്കറിയാം. അത് എന്തുകൊണ്ടാണ് പഠിച്ചതെന്ന് എനിക്കറിയാം. ആ കുട്ടി സ്കൂളിലാണ് പഠിച്ചത്. തൃശ്ശൂർ മാത്സ് ഓപ്ഷൻ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു. കോമേഴ്സിൻ്റെ കൂടെ ഡൽഹി യൂണിവേഴ്സിറ്റി ആ കുട്ടി എക്കണോമിക്സ് കിട്ടി. ഞാൻ പിന്നെ മനസ്സിലാക്കി ആ കുട്ടി ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് നല്ലൊരു പൊസിഷനിലാണ്. നിങ്ങൾ തരാമ വിദ്യാലയങ്ങളിൽ ആ കുട്ടിയെ അന്ന് 2 വർഷം ടീച്ചറെ വിളിച്ചത് അത്രയും ഓർമ്മയുണ്ട്. അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ എന്തെങ്കിലും നമ്മൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ താല്പര്യം വെച്ചിട്ട് അത് പഠിക്കേണ്ടത് പഠിക്കേണ്ടതെന്ന് പറയണ്ട. ആ കുട്ടി ഏതാണോ പഠിക്കണേ അല്ല അത് എവിടെ പഠിക്കുമ്പോൾ ഈ എക്കണോമിക്സ് എവിടെ പഠിക്കുന്ന കാലം എന്നെ ശ്രമിക്കുള്ളൂ. അയാളുടെ വാക്കുകൾ എഴുതായി കിട്ടുന്നത്. പക്ഷെ ആ കുട്ടി അവിടെ പഠിച്ചതുകൊണ്ടാണ് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ സൂര്യ ഇല്ലേ? സൂര്യോട് ചോദിച്ചാൽ സൂര്യ റെഫർ ചെയ്തിട്ട് എൻ്റെ കുട്ടി വന്നു. പെൺകുട്ടി 10-20 വയസ്സായി. അതെ, പെൺകുട്ടി അമ്മയ്ക്ക് ഞാൻ എറണാകുളം യാത്ര ചെയ്യുന്നത് മൊത്തം പറഞ്ഞത് എറണാകുളത്ത് വെച്ച് ഞാൻ എന്നെ കാണാൻ ഒരു പ്രോഗ്രാമിനെ കാണാൻ അപ്പോയിൻമെന്റ് എടുത്ത് സൂര്യയാണ് റെഫർ ചെയ്തത്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെങ്കിൽ സൂര്യയിലേക്ക് കുട്ടിയെ വിട്ട് ഡിപ്രഷനായി ഈ പെൺകുട്ടി സൈക്കോളജിസ്റ്റ് കൗൺസിലിങ്ങിനൊക്കെ പോയി അതിൽ നിന്ന് റിക്കവർ ചെയ്തതാണ് സൂര്യയെ പറ്റിയത്. അപ്പോൾ ഈ കുട്ടിക്ക് ഇനി എന്ത് പഠിക്കാമെന്നുള്ള വിവരമാണ് സൂര്യ പറഞ്ഞത്. അതേ സ്ഥലത്ത് പോലും സാധാരണ അസസ് ചെയ്ത് പഠിക്കുന്നു. എറണാകുളം ഞാൻ കണ്ടു. അപ്പോയിൻമെന്റ് വന്നു. ഞാൻ ആ കുട്ടിയെ അസസ് ചെയ്തു. BBA LLB ആണ് ആ കുട്ടി പഠിക്കുന്നത്. ആ കുട്ടി LLBയുടെ ഒറ്റ പേപ്പർ ചെയ്തിട്ടുണ്ട്. BBA ചില പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. 21 വയസ്സ്. ബേസിക് ക്വാളിഫിക്കേഷൻ +2. കാരണം കേരളത്തിൽ ഡിഗ്രി പറയാൻ പറ്റുള്ളൂ. ആ കുട്ടി ഈ അവസ്ഥയിലേക്ക് എത്രക്കാലം ബാല്യകാലത്തൊക്കെ LLBയുടെ പേപ്പേഴ്സിന്റെ സമയത്ത് കുട്ടിക്ക് വേറെയൊക്കെ വന്നു തുടങ്ങി. അവസാനമായപ്പോൾ
ബാംഗ്ലൂരിൽ ഒരു കുഴപ്പമില്ലാത്ത കോളേജാണ്, പേരൊന്നും പറയുന്നില്ല, കോളേജ് കുഴപ്പമില്ല. ഈ കുട്ടി തലേ ദിവസം അലറി പിടിച്ച് പ്രശ്നമുണ്ടാക്കി അവർ ബലായിട്ട് പിടിച്ച് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ സെഡേഷൻ കെട്ടിയിട്ട് അങ്ങനെ വിളിച്ചു വെക്കുന്ന അവസ്ഥയിലാണ് കുട്ടി. ഒരു പെൺകുട്ടിയാണ്. അതൊക്കെ ലൈവ് എക്സാമ്പിളാണ്, നമുക്ക് അറിയാം. ഈ കുട്ടിയെ പിന്നെയാണ് സൈക്കോളജിസ്റ്റ് കണ്ടത്, പിന്നെയാണ് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ അസസ് ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിയുടെ അസസ്മെന്റ് ചെയ്തു നോക്കിയപ്പോൾ ആ കുട്ടിയുടെ ലോജിക്കൽ തിങ്കിങ് വളരെ കുറവാണ്. അപ്പോൾ ഓബ്വിയസ്ലി മാത്സ്, ഫിസിക്സ്, ലോ പോലത്തെ സബ്ജക്റ്റ് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, ആ കുട്ടിക്ക് പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ ആ കുട്ടി മാർക്കോട് പറഞ്ഞു കൊടുത്തു. അത് ഞാൻ കുട്ടിയോട് അമ്മയെ ഞാൻ എൻ്റെ ചോദിച്ചു, ഇന്ന് എന്തിനാണ് ഈ കുട്ടി ലോജിക്കൽ കിട്ടാൻ? രണ്ടാമത് പറഞ്ഞു ഇറങ്ങിപ്പോയി. ഈ ഒരു കഴിഞ്ഞ അപ്പോയിൻമെന്റിൽ ഫാമിലി വന്നു. അവരുടെയും കഴിഞ്ഞ് ഞാൻ ലഞ്ചിനെ താഴെ ഹോട്ടലിൽ ഇറങ്ങിയപ്പോൾ ഈ അമ്മയും കൂടെ വന്നിട്ട് ഇവരെന്നെ തിരിച്ചു വന്നു. സാറിന്റെ കാര്യം പറയാമോ? സ്ത്രീ അവളുടെ അച്ഛൻ വക്കീലാവുമ്പോൾ വലിയ ആഗ്രഹം പറ്റില്ല എന്ന് സാധ്യതയുണ്ടായി. ഇവരെ വക്കീലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിക്കുന്നു, ഞാൻ അച്ഛൻ കുറ്റം പറയില്ല, അറിവില്ലാതെയാണ്. പക്ഷെ അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് ഒന്നല്ല. ഇനി അതിന്റെ കോൺസിക്വൻസസ് അറിയില്ല. ആ കുട്ടി റിക്കവർ ചെയ്ത് പഠിച്ചു, ഇതൊക്കെ എല്ലാ പ്രശ്നം. ആ കുട്ടിയെ നാളെ മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ നാട്ടിൽ എന്താ നോക്കുന്നുണ്ടാവും? ഡിപ്രഷനിൽ ചികിത്സിക്കാരുടെ കുട്ടിയാണ് പറയുന്നത്. നിങ്ങൾ അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അപ്പൊ എഡ്യൂക്കേഷന്റെ കേസ് എപ്പോഴും കുട്ടികളുടെ ഒരു ഇഷ്ടം കൂടി നോക്കുക, ടീച്ചേഴ്സ് ആയിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് നോക്കുക. മാർക്ക് മാത്രമല്ല അടിസ്ഥാനം നോക്കണ്ടേ, ആ കുട്ടിക്ക് ആ മാർക്ക് നേടാൻ വേണ്ടി ഇടുന്ന എഫേർട്ട് കൂടി നോക്കുക. എന്നിട്ട് ആ കുട്ടിയെ ആ സബ്ജക്റ്റിലേക്ക് വിടണോ വേണ്ടയോ എന്നിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആദ്യമേ നിങ്ങളത് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുട്ടിയല്ലേ, നിങ്ങളുടെ റോബോട്ടൊന്നല്ലോ. നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാത്ത ഡ്രീംസ് സാധിച്ചു തരാൻ ഉപകരണമല്ല, അത് നിങ്ങളെ പോലെ തന്നെ ഒരു ജീവിതമാണ്. നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റുന്നതല്ല, അതൊന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് അതിനോട് അഭിമുഖീകരിക്കുക. ഏത് വിഷയമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ആ കുട്ടിയെ വിടാനുള്ള ഒരു സപ്പോർട്ടിംഗ് മെക്കാനിസം ടീച്ചേഴ്സും പേരൻസും നടത്തിയാണ് കുട്ടികൾക്ക് ഒരുപാട്. ഞാൻ എന്നോട് പ്ലസ് ഫിസിക്സും മാത്സും പഠിക്കാൻ ഇവിടെ പഠിക്കും, കുഴപ്പമൊന്നുമില്ല. സയൻസ് പഠിക്കുന്നത്. പക്ഷേ ആർട്സ് റിലേറ്റഡ് ആണെങ്കിൽ ഇവരുടെ ഒരു സ്റ്റെപ്പ് മദർലി ആയിട്ടുള്ള രണ്ടാമത്തെ സമീപനമാണ്. നമ്മുടെ കോളേജുകളിൽ ലിറ്ററേച്ചർ പഠിക്കുന്നവരെയും എക്കണോമിക്സ് പഠിക്കുന്നവരെയും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവരായിരിക്കും. നിങ്ങൾ അറിയേണ്ട കാര്യം, സെൻട്രൽ യൂണിവേഴ്സിറ്റി അതൊക്കെ പഠിക്കാൻ പറ്റും. അവിടെ 50 ഫിസിക്സ് ബാക്കിയുള്ളവരെ കണ്ടിരിക്കും. അപ്പൊ ഇതും കൂടി എഡ്യൂക്കേഷൻ ഇപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിച്ചിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇവിടെയുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള മാനസിക സമ്മർദ്ദം നിങ്ങൾ കാരണം കുറച്ച് ഞങ്ങളുടെ വീട്ടിൽ സമയം തരാം. സാധാരണ പ്രഭാഷണം പോലെ കഴിഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കില്ല. അതിൻ്റെ സംശയമുണ്ട്. ഈ സബ്ജക്റ്റിലേക്ക് എന്തെങ്കിലും ഇവിടെ പഠിക്കാം എന്തുകൊണ്ടായിരിക്കും ഞാൻ അതിലൂടെ എൻ്റെ കുട്ടികളുടെ പ്രശ്നം പോകുന്നത് നല്ലതാണ് പഠിക്കേണ്ട എന്താ കുഴപ്പം? എന്തും ഓപ്പണായിട്ട് സംസാരിക്കാവുന്ന വളരെ അങ്ങനത്തെ കേസാക്കി ചോദിക്കണ്ട. പക്ഷെ ജനറലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല എന്താ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നു എല്ലാവരും പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഇല്ലാതെ പുറത്തേക്ക് പോകണം എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്നുള്ള ഒരു വ്യക്തത നമുക്ക് കിട്ടത്തില്ല. എന്തായിരിക്കും സാർ ഈ ജോലി ചോദിക്കുന്നത്? സത്യസന്ധമായിട്ട് കുറെ ആൾക്കറിയാമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ വരുമ്പോൾ ഞങ്ങൾ ഓവർസീസ് എഡ്യൂക്കേഷനെ സംസാരിച്ച് വരികയും ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ പുറത്ത് പോകുന്നത് ഞാൻ എടുത്തതാണ്. കുട്ടികൾ എവിടെയാണോ പഠിക്കാൻ പറ്റുന്നവർക്ക് പാരൻസിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് കിട്ടുന്നില്ല. നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ നല്ലത്. നമ്മൾ അറിയേണ്ട കാര്യമാണ് കുട്ടി എന്തിനാണ് പഠിക്കാൻ പോകുന്നത്. ഈ +2 കഴിഞ്ഞ് പലപ്പോഴും ഡിഗ്രി കഴിഞ്ഞിട്ടും ഈ +2 കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് വിദേശ രാജ്യങ്ങളിലെ 4 വർഷത്തെ പ്രോഗ്രാം മാത്രമേ ഡിഗ്രി ആയിട്ട് കണക്കാക്കുള്ളൂ.
3 വർഷത്തിൽ 2 വർഷത്തിൽ ഡിപ്ലോമയാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിലാണ് ഡിഗ്രി ആയി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ് നോക്കണ്ട. കേരളത്തിലെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 വർഷത്തെ പ്രോഗ്രാം എലാസ്റ്റിക് പോലെ വെച്ച് ആരംഭിക്കും. ആക്ച്വലി എനിക്ക് പറഞ്ഞിട്ടുള്ള അതല്ല. 4ാമത്തെ വർഷം റിസർച്ച് ടെക്നോളജി പഠിക്കുന്നതാണ് പറഞ്ഞത്. ഫുൾ റിസർച്ച് ഓറിയൻ. എന്നാണ് ഈ കുട്ടികൾ PG കഴിഞ്ഞ് റിസർച്ചിലേക്ക് പോകുന്നത്. ഇവിടെ ഈ സാധനങ്ങൾ 4 വർഷം കൊണ്ട് പഠിക്കും. അത് ഗവൺമെന്റിന്റെ വകുപ്പ് മാത്രമല്ല, ഇവിടെ വളരെ അത് തന്നെയാണ് കാരണം അവർക്ക് പണി എടുക്കുന്ന വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 4 വർഷത്തെ പ്രോഗ്രാം മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ ഡിഗ്രി ആയിട്ട് കണക്കാക്കാൻ. അതുകൊണ്ടാണ് എങ്കിൽ നമ്മൾ 4 വർഷത്തെ ഡിഗ്രി ആകും. ഞാൻ പറയുന്നത് എന്താ, ഈ ഏജൻസീസിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. അവർ നിങ്ങളുടെ സാമ്പത്തിക ഉപയോഗിക്കും. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യം ഇല്ലാതെ നമ്മൾ പറയും ഈ 2 വർഷത്തെ പ്രോഗ്രാം ഗംഭീര പ്രോഗ്രാം, നല്ല പ്രോഗ്രാം. ഞാൻ ആ ഏജൻസിയുടെ പേര് പറയുന്നില്ല. 3 വർഷം മുമ്പ് ഈ വർഷം ഒരു പർട്ടിക്കുലർ ഏജൻസി 5000 ആൾക്കാരെ കാൻഡിഡേറ്റ് ഒക്കെ കൊണ്ടുപോയി ഭയങ്കര അതിന്റെ റീൽസ് ഒക്കെ ഏജൻസി പേര് ഞാൻ പറയും. കേരളത്തിലുള്ള ഗവൺമെന്റ് ഏജൻസി നിങ്ങൾ അറിയേണ്ട അതിൽ പോയിട്ടുള്ളത് 70% 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ്. ഈ 2 ഇയർ ഡിപ്ലോമ പ്രോഗ്രാമിന്റെ പ്രശ്നം എന്താണ്? വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് എന്ന് വെച്ചാൽ സ്റ്റേ ബാക്ക് പീരിയഡ് എന്ന് വെച്ചാൽ പഠിത്തം കഴിഞ്ഞിട്ടും അവിടെ എത്ര കാലം നിൽക്കാം ജോലി അന്വേഷിച്ചു സ്റ്റുഡൻറ് വിസ. ഡിഗ്രി ആണെങ്കിൽ പല രാജ്യങ്ങളിൽ 2 ഇയേഴ്സ് 3 ഇയേഴ്സ് വരെ എടുക്കാം. അവിടെ റീജിയൻ അനുസരിച്ച് വ്യത്യാസമാണ്. ഓസ്ട്രേലിയയിലൊക്കെ ചില ഭാഗത്ത് 4 വർഷം അങ്ങനെയൊക്കെ കേരളയിലുണ്ട് റീജിയൻ ഒരേ രാജ്യത്ത് ഒരേ നിയമമാണ്. ഡിപ്ലോമയ്ക്ക് പോകുമ്പോൾ 6 മാസം കഴിയും എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തൊക്കെ പോയി പഠിച്ച് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടിയെങ്കിൽ 12 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമ്മുടെ നാട്ടിൽ ഇവിടെ പോകണം. പോകുന്ന ബാച്ച് അറിയാൻ പോയത് ഇനി വരുന്നില്ല. അവരവിടെ ഡയപ്പർ മാറ്റുന്ന ജോലിയാണ് ചെയ്യുന്നത്. ദിവസം ഞാൻ വെറുതെ പറയില്ല. ഈ കോഴ്സ് പറഞ്ഞത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ചില പ്രോഗ്രാംസ് ആണ്. അത് നഴ്സിംഗ് അല്ല, ഇങ്ങനത്തെ പ്രോഗ്രാമാണ്. നമുക്കറിയില്ലോ ഇതുപോലെ വിശ്വസിച്ച് പേരൻസ് എന്തായാലും പൈസ ലോൺ എടുത്തിട്ട് ജോലിക്ക് അവർ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PGക്ക് വിടാവൂ, ഡിപ്ലോമയ്ക്ക് വിടാം. ഓക്കെ, ഇനി ഡിഗ്രി വേണം നിങ്ങൾ ആലോചിക്കുക. കാരണം 1 കുട്ടികളുടെ പ്രായം 18 വയസ്സ് 17 വയസ്സ് വിദേശത്ത് പോകുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എൻ്റെ കുട്ടി അങ്ങനെ തന്നെ വിചാരിക്കേണ്ട. സാഹചര്യം വന്നേക്ക് കുട്ടി പോലെയാണ്. എല്ലാ പിള്ളേരുടെ പേരൻസ് പറയാം അവൻ്റെ കമ്പനിക്ക് വിളിക്കുക, അവരുടെ കമ്പനിക്ക് വിളിക്കുക. ചിലപ്പോൾ നേതാവ് ഇങ്ങനെയായി ശ്രീകാരെ വേറെ ആൾക്കാരാണ്. റൈറ്റ്? ഒന്ന് പ്രായ പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം പ്രായമില്ല, വേറെ കാര്യമില്ല. അതുകൊണ്ട് അറിഞ്ഞിട്ടുള്ളൂ നമ്മുടെ കുട്ടികളുടെ പഠിക്കുന്നത് സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവർക്ക് CBSE ICSE. എന്താണ് സ്റ്റേറ്റിനെക്കാളും മെച്ചം CBSE അഥവാ ICSE എന്ന് പറയുന്നത്? ഒറ്റ കാരണമോ അറിയില്ല, അപ്ലിക്കേഷൻ കൂടുതൽ CBSE ആണ്. അതുകൊണ്ടാണ് എൻട്രൻസ് ടെസ്റ്റ് കിട്ടുന്ന പിള്ളേർ CBSE ICSE ആണ് ശതമാനം കൂടുതൽ. എന്നല്ല പറയുന്നത് 100 CBSE ICSE പിള്ളേർ നീറ്റ് എഴുതുന്നെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എത്ര കുട്ടികൾക്ക് കിട്ടുന്നതോ, ഹീം എഴുതുന്നെങ്കിൽ കിട്ടുന്നതോ, JEE എഴുതുന്നെങ്കിൽ കിട്ടുന്നതോ, CLAT CUET ശതമാനം സ്റ്റേറ്റിന്റെ ശതമാനം കുറവാണ്. കാരണം SCERT സിലബസ് അല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ് മുഴുവൻ NCERT സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കാരണം. 2, ആ കുട്ടികൾക്ക് അപ്ലിക്കേഷൻ ലെവലാക്കും. നമ്മുടെ സ്റ്റേറ്റിൽ 2025 ആദ്യമായിട്ട് ഹയർ സെക്കൻഡറിയിൽ 1 ക്വസ്റ്റ്യൻ പേപ്പർ ഡയറക്റ്റ് അല്ലാണ്ട് അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യമാണ്. അപ്പോഴാണ് അതിൻ്റെ ആകെ പഠനം പിള്ളേർക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. ടീച്ചേഴ്സിനുള്ള പ്രശ്നം, പിള്ളേരുടെ പ്രശ്നം. കാരണം ചോദ്യം ചോദിക്കുക, ഉത്തരം അറിയാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് അറിയാം. നമ്മുടെ സ്റ്റേറ്റ് സിലബസ് CBSE അറിയാം. ഈ കുട്ടികൾ 19 ജീവിക്കുന്നത് അവർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പറയും അപ്ലിക്കേഷൻ ലെവൽ നമ്മുടെ കുട്ടികളെ വെച്ചാണ് CBSE ICSE. അതുകൊണ്ട് അത് നല്ലതാണ്. പക്ഷെ ഡിഗ്രിക്ക് പോകുമ്പോഴുള്ള പ്രശ്നം ഈ കുട്ടികൾ അവരെ കോമ്പീറ്റ് ചെയ്യുന്നത് IT സിലബസ്, ഇന്റർനാഷണൽ സിലബസ് കുട്ടികളായിട്ടാണ്. ഇന്റർനാഷണൽ സിലബസ് നമ്മുടെ പിള്ളേരെ
അവിടെ 8ാം ക്ലാസ് പിള്ളേർ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്, 8ാം ക്ലാസ് പ്രൊജക്ട്സ് ചെയ്യുന്നത്, ഇന്റേണൽ അസസ്മെന്റ്സ് 8ാം ക്ലാസ്. നമുക്ക് ഡിഗ്രിക്കാണ് ഇന്റേണൽ അസസ്മെന്റ്സ്. അപ്പൊ ഈ കുട്ടികൾ യൂസ്ഡാണ്. ഇനി അത് കണക്ട് ചെയ്ത് പറയാം. എനിക്ക് എന്തുകൊണ്ടാണ് 6, 7, 8 ക്ലാസ് ആവുമ്പോൾ നിയമമായിട്ടില്ല 10-20 ട്രെയിൻഡ് കുട്ടികളെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കാണിക്കണം. അത് ഇന്റേൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഡയറക്ട്ലി ഫിൻലാൻഡ് മോഡലാണ്. നമ്മുടെ അല്ല, അവിടെ പോയി സ്റ്റഡി ചെയ്ത് വന്നിട്ടുള്ള മോഡലാണ്. ആ ജോലിയിലെ കുട്ടികൾ ആദ്യമേ അറിഞ്ഞിട്ട് ആ കരിയറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം. ഈ ഇന്റർനാഷണൽ സിലബസ് പിള്ളേർ നമ്മൾ മോഡൽ പോകുമ്പോൾ ഫസ്റ്റ് സെം മുതൽ ഇന്റേണൽ അസസ്മെന്റ്, ഇന്റേൺഷിപ്പ്, പ്രൊജക്ട്, അവരവരുടെ തുണികളിൽ ഇത് വേണം കുട്ടികൾ. ഇനി ലോൺ എടുത്ത് പോവുകയാണെങ്കിൽ ആ ലോൺ അക്കാഡമിക് ഫീസ് മാത്രമേ, ട്യൂഷൻ ഫീ മാത്രമേ താങ്ങുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചിലവ് അതിൻ്റെ പാർട്ട് ടൈം ജോബ്. ഇതെല്ലാം കൂടി നമ്മുടെ കുട്ടികൾക്ക് ആദ്യത്തെ 1.5 കൊല്ലം ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ആ കുട്ടികളെ പോലെ എല്ലാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാരണം. ഞാൻ എപ്പോഴും PG വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേരെ ഡിഗ്രി കഴിയണം. PGക്ക് പലപ്പോഴും പല കാര്യങ്ങളും 4 വർഷം 5 വർഷം വരെ സ്റ്റേ ആക്കി. എന്ന് വെച്ചാൽ പഠിത്തം കഴിഞ്ഞ് 4-5 കൊല്ലം ജോലി അന്വേഷിക്കണം, തിരിച്ചറിയാം ജോലി. ഇനി ഇതിന് അടുത്തൊരു കാര്യം മനസ്സിലാക്കാം. വിദേശത്തേക്ക് പോകുന്നത് 3 തരം പിള്ളേരാണ് എന്നോട് ചോദിച്ചത്. ഒന്ന്, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന കുട്ടികൾ, ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇപ്പൊ സ്റ്റാൻഫോർഡിലൊക്കെ ബിടെക് പഠിക്കാൻ പോകുന്നതുകൊണ്ട് ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. IIT യൂണിവേഴ്സിറ്റീസ്, ഹാർവേർഡ് ലോ പഠിക്കാൻ പോകും. ഇതൊക്കെ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അപ്പൊ അത് ആഗ്രഹിച്ചു പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി പഠിക്കുക, തിരിച്ചു വരാം, എവിടെയെങ്കിലും ജോലി നോക്കാം, അവിടെ ജോലി വേണമെങ്കിൽ. അങ്ങനെയുള്ള കുട്ടികൾ യൂണിവേഴ്സിറ്റി മാത്രം നോക്കിക്കൊണ്ടാണ്. 2-3 കുട്ടികൾ ഏതായിരിക്കും. രണ്ടാമത്തെ കുട്ടികൾ ഞാൻ വിദേശത്ത് പഠിക്കുന്നു, ആ നാട്ടിൽ തന്നെ എനിക്ക് നല്ല ജോലി കിട്ടുമോ, പഠിത്തം കഴിക്കണം, നല്ല വരുമാനം, തെറ്റൊന്നുമില്ല. കുട്ടികൾ എവിടെ വേണമെങ്കിൽ ജോലി നോക്കാം, അവരുടെ പൈസ എത്ര തന്നെയാണ് ഞാൻ ബിലീവ് ചെയ്യണം. അങ്ങനെ കുട്ടികൾ. മൂന്നാമത്തെ കുട്ടികൾ ഇത് വലിയ അവർക്കാണ്, ഇത് കുട്ടികൾ കുറവാണ്, ലക്ഷ്യം പൈസ വരുന്നുണ്ട്. ആ നാട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കോട്ടയത്തൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയിൽ വീടുള്ളത് ചുഴി വരെ കിട്ടും. ആരെങ്കിലും താല്പര്യം പോകാം. കാരണം ഒക്കെ പോവാണ്. കോട്ടയം പത്തനംതിട്ട ഭാഗത്ത്, ഇടുക്കി ഭാഗത്ത്, ഇതൊന്നും ഞാൻ വെറുതെ പറയാം, ഇതൊക്കെ ഫാക്ടാണ്. അപ്പൊ ഈ 3 തരം കുട്ടികളാണ്. ആദ്യത്തെ തരം കോട്ടയില്ല, എവിടെ വേണമെങ്കിൽ പഠിച്ചോളൂ. ഈ രണ്ടാമത്തെ തരം കുട്ടികൾ പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് കുട്ടി എവിടെയാണ് പഠിക്കുന്നത് വളരെ പ്രാധാന്യമാണ്. കാരണം പരീക്ഷയ്ക്ക് ശേഷം ജോലി കിട്ടും. അപ്പൊ ഏത് രാജ്യത്താണ് നമ്മുടെ നാട്ടിലെ കുട്ടികളെ എങ്ങനെ ഡിസൈൻ ചെയ്യണം? US പോയി പഠിക്കണം, UK പോയി പഠിക്കണം, കാനഡയിൽ പോയി പഠിക്കണം, രാജ്യമാണ് ആദ്യം പറയുന്നത്. ആക്ച്വലി അങ്ങനെയല്ല പറയുന്നത്. ഏത് വിഷയമാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം നോക്കട്ടെ. 2, എനിക്ക് അവിടെ ജോലി വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇത് നോക്കിയിട്ടാണ് മൂന്നാമതാണ് രാജ്യം നോക്കാം. നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ല. USA പോയി, ഓസ്ട്രേലിയ പോയി, രാജ്യമാണ് ഞാൻ പഠിക്കരുത്, അത് സയന്റിഫിക് അല്ല. അപ്പോഴാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ മൂന്നാമത് എന്തുകൊണ്ട് രാജ്യം? ഞാൻ പറഞ്ഞ അതേ എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്നോട് ഒരു കുട്ടി ചോദിക്കുകയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ USA പോകാം. ഞാൻ പറഞ്ഞു കാരണം കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏറ്റവും നല്ല രാജ്യം ജർമ്മനിയാണ്. ജർമ്മനിയിലാണ് ഇതിന്റെ ഫാക്ടറീസ് കൂടുതൽ, ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. ഓട്ടോമൊബൈൽ ജെയിംസ് വിൽക്കുന്നത് ജർമ്മനിയാണ്. അപ്പൊ ആ കുട്ടി അവിടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ, അവിടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ അവിടെ തന്നെ അതിനുള്ള ജോലി സാധ്യതയുണ്ട്. US-ലല്ല, കാനഡയിലല്ല. അതേസമയം കുട്ടി ഡാറ്റാ സയൻസ് പഠിക്കാനോ സോഫ്റ്റ്വെയർ പഠിക്കാനോ ഞാൻ USA പോകാറുണ്ട്. ഹെൽത്ത് കെയർ റിലേറ്റഡാണ് UK പോകാറുണ്ട്. ഓരോന്നിനും ഓരോ കാര്യം. അത് അങ്ങനെ വേണം. നമ്മൾ ഒരു ഓവർസീസ് എഡ്യൂക്കേഷന്റെ കാര്യം നോക്കുന്നു. ഇനി 9-ലും 10-ലും പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ പുറത്തേക്ക് വിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നുകൂടി അറിയിക്കുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ വെറുതെ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ കിട്ടില്ല. വിദേശത്ത് നല്ല യൂണിവേഴ്സിറ്റീസിന്റെ മുകളിൽ അവരുടെ ഒരു ഗവൺമെന്റിനും കോളേജിൽ. ഇവിടെ ഞാൻ കോളേജിൽ അപ്ലൈ ചെയ്തു, എന്നെ എടുക്കത്തില്ല, എനിക്ക് കോളേജിൽ ചോദിക്കാം. ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് എനിക്ക് കാണുന്നത് എന്തുകൊണ്ട് എന്നെ എടുത്തില്ല?
വിദേശങ്ങൾ പോലുമില്ല. അതാണ് യൂണിവേഴ്സിറ്റീസ് ഇൻഡിപെൻഡന്റ് ആണ്, അവർക്ക് ഡിസൈൻ ചെയ്യാൻ മാർക്ക് കുറക്കണം. അപ്പൊ അതിനൊരു അക്കാഡമിക് ടീമുണ്ട്, ഒരു ടീമും ഒന്നുണ്ട്. അവർ ഈ കുട്ടിയെ മാർക്ക് മാത്രം നോക്കിയിട്ടല്ല അഡ്മിഷൻ കൊടുക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിനെയാണ് നമ്മൾ SOP എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ഇത് എഴുതിയിട്ടാണ് ഞാൻ എന്തിന് ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ആ കരിയറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്തിന് ഈ കോളേജിലേക്ക്. ഇത് ചുമ്മാ കഥ എഴുതിയിട്ട് കാര്യമില്ല, അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെന്റ്സ് വേറെ വേണം. അതെവിടെയാണ്? എനിക്ക് എൻ്റെ ഓവറോൾ പേഴ്സണൽ, എനിക്ക് സോഷ്യൽ വർക്ക് താല്പര്യമുണ്ട്, അതിനാണ് സൊസൈറ്റിയെ സെർവ് ചെയ്യാൻ എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് സപ്പോർട്ടീവ് ഡോക്യുമെന്റ് എന്താ? 9th 10th പഠിക്കുമ്പോൾ NSST NCCT അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പേരൻസ് അറിയേണ്ട കാര്യം, പഠനം മാത്രം നോക്കിയിട്ടുള്ള അഡ്മിഷൻ കാലഘട്ടം കഴിഞ്ഞു. ഇന്ത്യയിലെ തുടങ്ങിയിട്ടുള്ളത് ഇന്ത്യയിലും സ്കില്ല് നോക്കിയിട്ട് അഡ്മിഷൻ മീൻസ് ജോലി കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ കണ്ടത് സോഹോ കമ്പനി ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി സോഹോയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ കമ്പനിയാണ് അല്ലേ? സോഹോ കമ്പനി പല തസ്തികയിലും ഡിഗ്രി ഇല്ലെങ്കിലും ആ പർട്ടിക്കുലർ സ്കില്ലുണ്ടെങ്കിൽ ആൾക്കാരെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അറിയേണ്ട കാര്യം, ഡിഗ്രി ഇല്ലാതെ അവർ വേണ്ടാന്നല്ല, സ്കില്ലിന് ഈക്വൽ ഇമ്പോർട്ടൻസ് നോക്കുന്നത്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ അവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിക്കുന്നത്. കാരണം ഓവറോൾ പേഴ്സണാലിറ്റി കുട്ടി എന്തിനു വരാത്തവരാണെങ്കിൽ അങ്ങനത്തെ കുട്ടികളൊന്നും പഠിച്ചാൽ മതി. വെറുതെ പുസ്തകം കുട്ടികൾ മാത്രമാണെങ്കിൽ ഇത് വരണം. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് എന്തെങ്കിലും പോക്കരിപ്പളങ്ങൾ ഉണ്ടെങ്കിൽ ഡിസംബറിന് ശേഷമാണെങ്കിൽ കുട്ടിയെ വിടണ്ട. കാരണം ബോർഡ് പറഞ്ഞു 10 വന്നത്. പക്ഷെ ആ കുട്ടി ഓഗസ്റ്റ് ഓടാൻ കൂടിക്കോട്ടെ, നവംബർ ആ കുട്ടി സ്റ്റേറ്റ് പ്രോഗ്രാം ചെയ്തോട്ടെ. ഇതിനൊക്കെ ഗുണങ്ങളുണ്ട് ആ കുട്ടിയുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി. ഇത്രയാണ് വിദേശ വിദ്യാഭ്യാസം നോക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മിനിമം കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. എന്താ? ഇല്ല. എൻ്റെ അച്ഛൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ 8ാം ക്ലാസ് മദ്രാസ് എന്തൊരു പഠിക്കുന്നതെന്ന് പറയാം. ഒക്കെ പറയാം. കഴിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് ആണ്. പരീക്ഷ എളുപ്പമായി ആർക്കും ഒരുപാട്. പിന്നെ അച്ഛൻ ചോദിച്ചോ ഞാൻ കറക്റ്റ് ടീച്ചർ കാണും നിർത്താണോ എന്ന് ചോദിച്ചു. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടം. അന്ന് ഇഷ്ടമല്ല, ഇന്നും എൻ്റെ എന്നെ പോലെ. പക്ഷെ എനിക്ക് വലിയ ഭാര്യയാണ്. എൻ്റെ അച്ഛൻ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു, ഇപ്പോഴത്തെ ഫസ്റ്റ് ബാച്ച്. എൻ്റെ അമ്മ BSc ഫിസിക്സ് തമിഴാണ്. എൻ്റെ അനിയൻ മാത്സ് SLCക്ക് കൊടുത്തു. BSc മാത്സ് ഫ്രം കാലിക്കറ്റ്. മാത്സ് ഇഷ്ടപ്പെടാത്ത ഞാൻ എനിക്ക് എങ്ങനെ തലക്കുത്തി നല്ല 65 8ാം ക്ലാസ് 10 എടുത്തിട്ട് എങ്കിലും തോന്നുന്നു. ഇപ്പോഴൊരു കാര്യം കിട്ടിയിരുന്നു കുഴപ്പമില്ല. അപ്പൊ അവിടെ എപ്പോഴൊക്കെ മാത്സിന്റെ മാർക്കൊക്കെ കൊടുക്കാറ്. എന്ത് എൻ്റെ ക്ലാസ്സിൽ കവിത കവിത വിദ്യാഭ്യാസം ഭയങ്കര ഈ ഒരു അരക്കാലത്തിന് വേണ്ടി ടീച്ചേഴ്സോട് വാക്കുകളുള്ള സ്വഭാവം കൊടുക്കുന്നത് കവിത. ഈ കവിതയുടെ സന്ദേശമായി കിട്ടിയത് എൻ്റെ അച്ഛനെ കാണാൻ താമസിച്ചു. അച്ഛനൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ വായന ഞാനും വായന എനിക്ക് മനസ്സിലായിരുന്നു. അച്ഛനാളോട് ഇതല്ല അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ പിള്ളേർക്ക് അറിയില്ല. അന്ന് കാലത്ത് ദൂരദർശനിൽ സൺഡേ മാത്രമാണ് കുട്ടികൾ കാണുന്ന പ്രോഗ്രാംസ് ഉള്ളത്. സൺഡേ കാലത്ത് ആ പ്രോഗ്രാംസ് മിസ് കാർട്ടൂൺ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാം. ഇത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറയാം. അച്ഛനൊക്കെ കണ്ടോ വീട്ടിൽ അച്ഛൻ മാർക്കറ്റ് പോകും. കാരണം അന്നറിയാലോ അന്നൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സൺഡേ വീട്ടിൽ അച്ഛൻ പുറത്ത് പോയി വീട്ടിൽ കൊണ്ടുപോകാണ്. മണ്ണിലേക്ക് മറ്റൊരാഴ്ചയിലെ പച്ചക്കറി കൊണ്ടും അതാകുമ്പോൾ വരും ഒരാഴ്ചത്തേക്ക് ഇന്ന്
നിങ്ങളോട് പറയാം, ഇപ്പൊ പറഞ്ഞ ഇപ്പൊ സ്റ്റുഡിയോയിലാണ്, ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല അനുഭവമാണ്. പറ്റും അച്ഛൻ വരുമ്പോൾ ഞാൻ ഈ കൂട്ടുകാർക്ക് കണ്ണു കഴിക്കാൻ ചെയ്യുക ഉച്ചയ്ക്ക് 12 എനിക്കറിയാവുന്നത് 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കുക, അച്ഛൻ ഞങ്ങളുടെ യൂണിഫോമൊക്കെ അയൺ ചെയ്യും. അപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് 12 അച്ഛൻ ഉണ്ടാകും. അപ്പം ഞാൻ കാണുന്നത് ഈ വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടി രേഖ കഴിഞ്ഞ എനിക്കത് കാണുമ്പോഴൊക്കെ എന്നെ ഓർമ്മ ഞാൻ ഇങ്ങനെയാണ് അച്ഛനെ ഇത് മുഖം വളർച്ചത്. ടിപ്പിക്കൽ ഫാദർ കുറേ ചിത്രങ്ങളെ അന്ന് മനസ്സിലായിരുന്നില്ല. അച്ഛനോട് പറയാറുണ്ട്, ഈ അച്ഛനാണെന്ന് എനിക്ക് അറിയാവുന്നത് ഇപ്പം മനസ്സിലാവും. എൻ്റെ അച്ഛനേക്കാൾ എത്രയോ നല്ല മനസ്സിലായിരുന്നു. കാരണം അച്ഛൻ എഴുതിയോ ഞാൻ ഇതുപോലെ എൻ്റെ മോളെ ചെറുതായിട്ട് ഞാൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും സത്യങ്ങൾ അത്രയും നൽകിയിട്ടുണ്ട്. അതായത് മറ്റു ബെറ്ററായി പാട്ടോ നിങ്ങളെ കണ്ടുപിടിക്കാം. വീട്ടിലെ ആൾ പറഞ്ഞിട്ട് ആ കുട്ടികളൊന്നും ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ എന്ത് ചോദിച്ചൊക്കെ പഠിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരിക്കലും സംശയം ആ ചാനൽ പറഞ്ഞു ഇനി ഞാൻ നോക്കുന്നത്. എടാ ലോകത്ത് 2 തരം ഇല്ലാത്ത സംശയങ്ങളായിരിക്കും. ഒന്ന് എല്ലാം പഠിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് ഒന്ന് നിന്നെ പോലെ ഒന്നും മനസ്സിലാവാത്തത്. എന്റെ ചോദ്യം നിങ്ങളോട് ഇതാണ്, ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായിട്ടാണോ നിങ്ങൾക്ക് സംശയിക്കാതെ, അതോ ഒന്നും മനസ്സിലാവുന്നതാണ്? ഓക്കെ, അണ്ടർ അസംഷൻ നിങ്ങൾ എന്തൊക്കെയോ മനസ്സിലാക്കുന്നത് പറയുക. എനിവേ സന്തോഷമുണ്ട് നിങ്ങളോട് 4 വാക്ക് സംസാരിക്കാൻ പറ്റില്ല. പ്രത്യേകിക്കാൻ പറ്റില്ല, നാളും കൂടിയാണ് ഞാൻ വീട്ടിൽ വരുമ്പോൾ അത് വരുന്ന കഴിയാറുണ്ട്. അവിടെ 2 പേര് ഇരിക്കുമായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് അടുത്ത ഫാമിലിക്ക് കയറി കഴിക്കാൻ വേണ്ടി വരും. ഞാൻ ഫാമിലി ഇരിക്കാറ് എനിക്ക് വളരെ കംഫർട്ടബിൾ അല്ലാത്ത സാധനമാണ്. ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴേക്കും ഒരിക്കലും ബുദ്ധിമുട്ടാണ്. ഇന്റർനെറ്റ് ധൈര്യം കൊടുത്തത് വലിയ കാലത്താണ്. അല്ലെങ്കിൽ ഞാൻ ബാങ്കോട്ട് എന്നോട് ചോദിച്ചു ഏതായാലും ഈ ദിവസം ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിൽ അറിയാം ഈ പരിസരത്ത് പോകുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ ഭാരവാഹികളോട് ഇൻവൈറ്റ് ചെയ്യാൻ താങ്ക് യു വെരി മച്ച്. രണ്ടാമത്തെ ഇന്ന് കഴിഞ്ഞ സംസാരിച്ചത് എന്നോട് ഞാൻ ഇറങ്ങുമ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചത് എത്ര മണി അറിയാം, ഏതാണ് ടൈം അത് എനിക്ക് എൻ്റെ സെഷൻ അതനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും. 9 മാക്സിമം അപ്പോൾ ഈ 9 വരെ 8:30 വരെ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ വീട്ടിൽ എൻ്റെ അറിവല്ല. അതിൽ നിങ്ങൾ ഓരോരുത്തരും ആകാംക്ഷയോടും വളരെ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് എന്നെ ഇങ്ങനെ നോക്കി ഇരുന്നത് കൊണ്ടാണ്, ആ എനർജി കൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് സിൻസിയർ താങ്ക്സ് ടു ഈച്ച് വൺ ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ ഇവിടെ ഓരോരുത്തർക്കും എല്ലാ നല്ലതും ഉണ്ടാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും നിങ്ങളുടെ വീട്ടിൽ ഇല്ലാതിരിക്കട്ടെ. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇല്ല ഈശ്വരൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അന്ന്